Hello, hi. Hello, hi. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. യെസ്, നമ്മളുടെ ഇന്നത്തെ മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, പവർഫുൾ ആയിരുന്നു അല്ലേ? ഗോളൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണോ? വാവ്, താങ്ക് യു, ഫാന്റാസ്റ്റിക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജബിൻ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല അല്ലേ? ഐ വിൽ ഷോ യു. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. Good ഗുഡ് മോർണിംഗ്. morning, sir. Good morning, sir. Morning, sir. Good morning. Good morning, sir. Good morning, sir. Good morning, sir. Good morning. Good morning. Very well done. Well done. Well done. Thank you so much for joining today's session in the morning session. എല്ലാവർക്കും സ്വാഗതം. So first of all, Good morning, sir. good morning. Good morning. So നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണ് നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്താണ്? What did you feel today? ഞാൻ പറയാം. പറഞ്ഞോളൂ. വല്ലാത്ത പോസിറ്റീവ് ആയിരുന്നു സാറേ. ഞാന് എൻജോയ് ചെയ്തിരുന്നു. ഫുൾ കൈയൊക്കെ പൊക്കിയിട്ട് നമ്മളാ ഒരു ഫീലിലേക്ക് ഹയർ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റി. അത് ഒന്നുമില്ലാത്തൊരു ഫീൽ കിട്ടിയിരുന്നു. ഭയങ്കര പോസിറ്റീവ്. ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫുള്ള് വീട്, കാറ്, ബിസിനസ് എല്ലാം എനിക്ക് വിഷ്വലി ഇത് കറക്റ്റ് കിട്ടി. Very good. Fantastic. I'm really happy for it. All right. Thanks, sir. Amazing and happy and confidential. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് മെഡിറ്റേഷനിൽ വരിക എന്നിരിക്കുക അല്ലെ? അപ്പൊ ആരും പോകരുത്. അടിപൊളി എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുണ്ടെന്ന്. ഓക്കെ, അത്ഭുതങ്ങളും മിറക്കിൾസും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. Alright. So നമ്മുടെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ ഹീലിംഗ് അല്ലെ, ഐ മീൻ ലൈഫ് മാസ്റ്ററി ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? Okay, very good. Thank you, Shihab. Thank you, Rashida, man. Thank you so much. All right, Jabin. Sir. Good morning. What happened yesterday? Are you okay? How do you feel? സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിച്ചു. അതാണ് ഏറ്റവും നമ്മുടെ മെഡിറ്റേഷൻ തുടങ്ങിയ സമയം മുതൽ, നമ്മുടെ ക്ലാസ് തുടങ്ങിയ സമയം മുതൽ സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. ഉറക്കമില്ലാതിരിക്കുന്ന സമയമായിരുന്നു ഈ കഴിഞ്ഞ ഒരു കുറച്ച് 2 ആഴ്ചയൊക്കെയായിട്ട്. പക്ഷെ സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടാണ് ഏറ്റവും വലിയ റിസൾട്ട് എന്റേത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഇന്നത്തെ ഈ മെഡിറ്റേഷന് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്നതാണ് ഇതെല്ലാം. നമ്മൾ പുറത്തു പോകുന്നു, ക്ലാസ് എടുക്കുന്നു, ഒരുപാട് ഇങ്ങനെയുള്ള, പിന്നെ ഹെൽത്തിന്റെ കാര്യം, വെൽത്ത്, ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരുപാട് രാജ്യങ്ങളിൽ പോയി. ഇന്നലെ പക്ഷെ എനിക്ക് അത്രയും കോൺസെൻട്രേഷൻ കിട്ടിയില്ല കറക്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞില്ല സാറിനോട് ഇടയ്ക്കിടയ്ക്ക് സാറേ, പിന്നെ ഇറ്റ്സ് ഓക്കെ പറയാവുന്ന ഇന്ന് അങ്ങനെ വിചാരിച്ചിരുന്നേ. പക്ഷെ ഇന്ന് ക്ലിയർ ആയിട്ട് കിട്ടി, മൊത്തം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. Okay, very good. Thank you so much. Hi, Nimi. Who is this back? Where were you? എവിടെയായിരുന്നു? ഹായ്. ഹായ്. ഓ, ആ ക്ലാസ് തുടങ്ങിയ ഫസ്റ്റ് ഡേ നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, നമുക്കതിന് മാത്രമുള്ള ഹീലിംഗ് പ്രോസസ്സിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, കരിയർ ഗോൾ ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതിലൊന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര ഡിപ്രസീവ് ആയി പോയി. ലൈക്ക് ആ പഴയ ഇമോഷൻ മൊത്തം ഇപ്പൊ ഫീൽ ചെയ്യുന്ന പോലെ തോന്നണായിരുന്നു. എന്നിട്ട് അപ്പൊ പിന്നെ മൊത്തത്തിൽ ഡൗൺ ആയി. മൊത്തം ഉറക്കമായിരുന്നു 2 ദിവസം. ഓക്കെ, ശരി. എന്നിട്ട് എന്താണ്, വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്തോ? അതെ. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേയുടെ ക്ലാസ്സിൽ, 4th ഡേയുടെ ക്ലാസ്സിലൊക്കെ ഇറ്റ്സ് ഓക്കെ അത് വന്നപ്പോഴത്തേക്കും ഓക്കെ ആയി. ഓക്കെ ആയി, വെരി ഗുഡ്. ഓക്കെ, എന്നിട്ട് ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തോ? അല്ലല്ലേ, അറ്റൻഡ് ചെയ്യാൻ പോകുന്നുള്ളൂ? ഇല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, മെഡിറ്റേഷനിൽ കയറിയായിരുന്നു. അല്ല, ഇന്നലെ നമ്മൾ ഇന്നലെ രാത്രി ക്ലാസ് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സിന്റെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെ? ഇല്ല, എനിക്ക് റെക്കോർഡാണ് കിട്ടുന്നത്. അതിന്റെ ടൈം ആകുന്നേ ഉള്ളൂ, അത് കിട്ടിയിട്ടില്ല. ഓക്കെ, ദാറ്റ് ഈസ് വെരി പവർഫുൾ വൺ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുക. നോ ഡൗട്ട്, അമേസിംഗ് റിസൾട്ട്, അമേസിംഗ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇനി എന്നാണ് ചേട്ടൻ കയറാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്ന വിഷ്ണു. നെക്സ്റ്റ് ബാച്ച് വരുന്നത് 23-ാം തീയതിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇന്നലത്തെ ഹീലിംഗ്, ഗ്രേറ്റ് ഹീലിംഗ്. താങ്ക് യു സോ മച്ച് ബിന്ദു. ഓക്കെ, വെരി ഗുഡ്. എന്നാ റെക്കോർഡ് എല്ലാം കിട്ടിയില്ലേ? ഓക്കെ,
യെസ്, കിട്ടും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഓക്കെ, കുഞ്ഞാമിന് പറയുന്ന പുറം 2 സൈഡും വലിഞ്ഞു മുറുകുന്നു. കുഞ്ഞാമിന് നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ആളാണോ? ആർ യു അറ്റൻഡിങ് നമ്മുടെ ആർ യു അറ്റൻഡിങ് ദ പ്രോഗ്രാം? ഓക്കെ, ഇന്നലെ കുറെ ആൾക്കാർക്ക് എന്താ വെച്ചാൽ മിറക്കിൾസ് ഫീൽ ചെയ്തിട്ടുണ്ട്. നസ്രീൻ, വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ? ലൈക്ക് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഹീലിംഗ്? ട്രോമ ഹീലിംഗ് എന്ന് പറയുന്നത് ഇന്നലെയാണ് നമ്മൾ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? എനിക്ക് ഞാൻ ചെറിയ ചെറിയ പ്രോബ്ലംസ് എടുക്കുമ്പോൾ എനിക്കത് തുടക്കത്തില് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരു തീരെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ എനിക്കതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ സെക്കൻഡ് ടൈം എപ്പോഴോ ഒന്ന് വലിയൊരു പ്രശ്നം എടുത്ത്, അപ്പൊ ആ എടുക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. പിന്നെ പെട്ടെന്ന് സെക്കൻഡ് ടാപ്പിംഗിൽ വന്നപ്പോ അത് പെട്ടെന്ന് 1ലേക്ക് വന്നു. കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇന്നലെ മിനിയാൻ തുടങ്ങിയ ചിരിയായിരുന്നു. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പിന്നെ ആ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് രണ്ടാമതും എനിക്ക് അതേപോലെ വന്നു. എനിക്ക് ഫസ്റ്റില് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്ന്, ആ വിഷമം വന്നപ്പോ. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇന്നലെയാണ് മൈൻഡ്ഫുൾനെസ് എന്താന്ന് മനസ്സിലായത്. ഇതുവരെ എനിക്ക് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയെങ്കിലും എന്താണ് ഈ സാധനം എനിക്ക് ഇതുവരെ കത്തിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും എനിക്കത് മനസ്സിലായി. എന്താണ് സാറ് എക്സാമ്പിളൊക്കെ എടുത്ത് പറഞ്ഞ സമയത്ത് ശരിക്കും എനിക്ക് പ്രയറിലൊക്കെ വരുന്ന ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നത്. ഇപ്പൊ അതിനൊക്കെ ഇന്നലെ ഞാൻ സാറ് പറഞ്ഞ പോലെ ചെയ്തപ്പോ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ലോ ആയിട്ട് നമുക്ക് തോന്നുമോ? മൈൻഡ്ഫുൾ ആയിട്ട് ഇൻ ബിഗിനിങ് ഇറ്റ് മേ ഫീൽ ലൈക്ക് സ്ലോ. കാരണം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും നമ്മൾ കുറച്ച് സ്ലോ ആയോ എന്നൊക്കെ തോന്നും. അപ്പൊ നമുക്ക് ധൃതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് സ്പീഡല്ല. ധൃതി സ്പീഡല്ല, ധൃതിയാണ്. ഓക്കെ, ധൃതി ഒരു ആങ്സൈറ്റിയാണ്. നമുക്ക് സ്പീഡ് ഉള്ളതുപോലെ തോന്നുക ചെയ്യുക. നമ്മൾ വെറുതെ ചിന്തിച്ച് സ്പീഡ് കൂട്ടുന്നതാണ്, അതുകൊണ്ട് സ്പീഡ് ആവൂല. ഓക്കെ, അപ്പം ഈ മൈൻഡ്ഫുൾനെസ്സിൽ എന്താ സംഭവിക്കുന്നത്? തോട്ട് സ്ലോ ഡൗൺ ആവുക ചെയ്യണം. അപ്പൊ നമുക്ക് തോന്നും പ്രവൃത്തി സ്ലോ ഡൗൺ ആയി. ഫീൽ ചെയ്യുന്നത് എങ്ങനെ? സാർ പറഞ്ഞ ശരിയാണ്. സ്പീഡ് കൂടുതൽ തോന്നുന്നു. അപ്പൊ സ്പീഡ് എന്ന് വെച്ചാൽ കുറഞ്ഞ പോലെ നമുക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ഫീൽ ചെയ്യും. പക്ഷെ ആക്ച്വലി എന്താ സംഭവിക്കുന്ന വെച്ചാൽ അറിഞ്ഞു ചെയ്യുമ്പോൾ നിങ്ങൾ സ്ലോ ഈസ് ന്യൂ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സ്ലോ ഈസ് ന്യൂ ഫാസ്റ്റ്. അറിഞ്ഞു ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് തോന്നുക. എങ്ങനെ അറിഞ്ഞ് നമ്മള് സ്ലോ ആയി തോന്നുമ്പോൾ കൂടുതൽ സ്ലോ ആയി തോന്നുക. അതെ, സ്ലോ ആയിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി സ്ലോ അല്ല. അത് നിങ്ങൾ അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ അതിൽ എന്താ വെച്ചാൽ പിന്നീട് ഇതിന്റെ ഒരു ഫീല് കിട്ടാനുണ്ട്, ഒരു മധുരം കിട്ടാനുണ്ട്, ഒരു ശരിക്കും ഒരു അറിഞ്ഞ് അനുഭവിച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. അത് പറ്റുമ്പോൾ അതിന്റെ ഒരു കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ കുറച്ച് സ്ലോ ആയിട്ട് തോന്നും, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടും. നിങ്ങൾക്ക് പിന്നെ എല്ലാം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈസിയാണ്. ഇതിൽ ഈ ഒരു കോൺസെപ്റ്റിൽ പ്രാക്ടീസ് ആണ്. ഇപ്പൊ ഈ കോൺസെപ്റ്റ് നിങ്ങൾ തന്നെ ഒരു അത്ഭുതത്തോടു കൂടി നോക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്ലോനെസ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സാധനം വളരെ ഫെമിലിയർ ആവും. ഈ പ്രാക്ടീസ് വളരെ ഫെമിലിയർ ആവും. അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് ഈ സാധനങ്ങൾ നടക്കാൻ തുടങ്ങും. ദാറ്റ് ഫ്ലോ വിൽ ബി മച്ച് ഈസിയർ ആൻഡ് ഫാസ്റ്റർ. ഓക്കെ, ഫ്ലോ ഓഫ് തോട്ട്സ് ആയിക്കോട്ടെ, ഫ്ലോ ഓഫ് ഫീലിങ്സ് ആയിക്കോട്ടെ, ആ ഒരു സംഗതി നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് സംഭവിക്കാൻ വേണ്ടി. സോ ദ അവയർനെസ് വർക്ക് ഫാസ്റ്റർ, കുറച്ചുകൂടി ഫെമിലിയർ ആവാനുണ്ട്. സോ ദാറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ട് നസ്രീൻ. വാട്ട് ഈസ് യുവർ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ നസ്രീൻ, ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞോ, ഏതോ മൈൻഡ്ഫുൾനെസ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്തത്? ഒരു എക്സാമ്പിൾ പറയാമോ? ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞല്ലോ. ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ്? അൺമ്യൂട്ട് ചെയ്തോളൂ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കുമ്പോൾ നമ്മള് ഈ ഫുഡിനെ കുറിച്ച് ആലോചിക്കുക, മറ്റേ വേറെ ഒന്നും ആലോചിക്കരുത്, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതിനെ കുറിച്ച് മറ്റത് ഞാനൊരു സാധനം ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണ് ആലോചിക്കുക. ഞാൻ എന്തിനിരിക്കുകയാണെങ്കിലും എനിക്ക് എപ്പോഴും കിളി പാറിയ അവസ്ഥയാണ്. ഇപ്പൊ എനിക്ക് കിളി പാറുമ്പോഴേ മനസ്സിലാവും. മറ്റത് കിളി പാറി കഴിഞ്ഞ് എനിക്ക് കിളി എവിടേക്കാ പോണെന്ന് എനിക്ക് അറിയില്ല. കുറേ സമയം കഴിഞ്ഞ് ഞാൻ ആ സ്ഥലത്തേക്ക് വരിക, പക്ഷെ ഞാനൊന്നും ആലോചിക്കണമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ സമയം നോക്കുമ്പോൾ ഇത്രയും സമയമായി, അപ്പൊ ഇതുവരെ ഞാൻ എന്താ ചെയ്ത്, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടുന്നൊക്കെ വിട്ടുപോയില്ലേ. പക്ഷെ ഇപ്പൊ എനിക്ക് പോകുമ്പോഴേ ഇങ്ങോട്ട് പോരെ, അങ്ങോട്ട് പോകണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട്. മീൻസ് അതിനെനിക്ക് എന്റെ കൺട്രോളിൽ വരുന്നുണ്ട്. മീൻസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്
നമുക്ക് ഇപ്പൊ നമ്മൾ പഠിക്കാതിരിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് എനിക്ക് എപ്പോഴും കോൺസെൻട്രേഷന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഇങ്ങനെ ആങ്സൈറ്റിന്റെ പ്രശ്നമാണ്. ഇത് ശരിയാവോ, ഇത് കറക്റ്റ് ആവോ, എനിക്കിത് മനസ്സിലാവണുണ്ടോ, ഞാൻ വേറെ എങ്ങോട്ട് ഞാനൊരു സാധനം എടുക്കണേ കുറേ നോക്കും. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പക്ഷെ എനിക്കത് അങ്ങനെ ഒരു പ്രശ്നം വരികയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇന്നലെ ഫുഡ് കഴിക്കുമ്പോഴും പ്രയത്ന സമയത്തൊക്കെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. പിന്നെ ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ് ആവുന്ന ആളാണ്. ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ നമ്മൾ ഉള്ളുറങ്ങാതെ ഇങ്ങനെ ഉറങ്ങണ പോലെ. എന്റെ വീട്ടിലെല്ലാരും പറയും, ഇവിടെ അടുത്ത് ചോദിച്ചാൽ നിന്റെ എത്ര തേങ്ങ വീണ് വീടുന്നത്, പറമ്പിൽ എത്ര തേങ്ങ വീണത്, അത്രക്കും ഞാനത് എത്ര അവിടെ വീണ് വീട് എനിക്കത് ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉറങ്ങണുണ്ടാവും. പക്ഷെ ഇന്നലെ ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കാണ്. ഇപ്പൊ ഞാൻ പോത്ത് പോലെ ഉറങ്ങാന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ ഒന്നും അറിയണില്ലല്ലോ എന്നുള്ള കംപ്ലൈന്റ് ആണ്. മറ്റേത് ഞാൻ ആര് എണീറ്റാലും ഞാൻ ഫസ്റ്റ് ഇങ്ങനെ എണീറ്റിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഉറങ്ങുമ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇന്നലെ മിനിയാന്നേ ഉണ്ടായിരുന്നു. ഇന്നലെ ഇപ്പൊ ഈ സാറ് പറഞ്ഞപ്പോഴാണ് ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് മനസ്സിലായത്. മറ്റേത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ 100,000 കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊരു സ്ലോനെസ് ഫീൽ ചെയ്യുന്നുണ്ട് തുടക്കത്തിലായതുകൊണ്ടായിരിക്കും. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ആൻഡ് ആരെങ്കിലും ഒരു കാര്യം നോട്ടീസ് ചെയ്തോ, നസ്രീൻ ഇത്രയും ദിവസമായിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയും പവർഫുൾ ആയിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചോ നിങ്ങള്? There is an energy, right? ഒരു എനർജി ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഈസ് ലൈക്ക്, ഞാൻ പറഞ്ഞുതരാം നസ്രീൻ. നമ്മൾ 2 കാര്യങ്ങൾ അറ്റ് ദ സെയിം ടൈം ചെയ്യാൻ തുടങ്ങി. ഒന്നെന്താ വെച്ചാൽ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആകാനും ഈവൻ നിങ്ങളുടെ ഉറക്കമൊക്കെ ഇമ്പ്രൂവ് ആകാനൊക്കെ കാരണമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ട്രോമ ഹീലിംഗ് നടക്കുന്നത് കൊണ്ടാണ്. ആക്ച്വലി ലിറ്ററലി വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് നിങ്ങൾക്ക് ആ ചിരി വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ചിരി വന്ന് 2 ദിവസമായിട്ട് നിർത്താൻ പറ്റുന്നില്ല. അതൊക്കെ റിയൽ എന്താ പറയുക പ്രൂഫാണ്. എന്താ വെച്ചാൽ യുവർ മെനി ബ്ലോക്സ് ഹാവ് ഓപ്പൺ ടു ദ ഗേറ്റ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗേറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ബ്ലോക്കായി കിടക്കുന്ന പലതും. അപ്പൊ അതെല്ലാം റിലീസ് ആയി ഗേറ്റ് അത് ഓപ്പൺ ആയതോടുകൂടി അത് സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്, ആങ്സൈറ്റി കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം അടഞ്ഞു കിടക്കുന്നത്. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ അപ്പ് ആയതോടുകൂടി യു ആർ ഗോയിങ് ത്രൂ എ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ദിസ് ഈസ് ഹൗ യു എക്സ്പീരിയൻസ് ട്രാൻസ്ഫോർമേഷൻ. ഇത് മറ്റുള്ള പ്രോഗ്രാമുകളിൽ EFTയിൽ ലഭിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് ലിറ്ററലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് പെട്ടെന്ന് കാണാൻ പറ്റും. ടക്ക് 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 നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. The way you are sharing your story and the way you are like, now you are more funny. Now you are like, you are a very funny person. You are like, the way you providing the examples. ഇതിനു മുൻപ് സംസാരിക്കുമ്പോൾ ഒക്കെ പിടിച്ചു വെച്ച് സംസാരിച്ചിരുന്ന ആളാ. ഇപ്പോൾ നിങ്ങളാവുന്നു, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി. This is who you are. And you are connecting to yourself, and I'm really happy for you. Thank you so much for sharing your story. ഞാൻ എനിക്ക് എക്സാം എഴുതുമ്പോ അത് പൊട്ടുവോ എന്നുള്ള ഭയങ്കര ടെൻഷനുള്ള വ്യക്തിയാണ്. ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, ഞാൻ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യും. ഞാൻ ഏതോ ഒരു SSC എക്സാം എനിക്ക് ഫറോക്കിൽ എങ്ങാനും കിട്ടി. ഞാൻ ഇവിടുന്ന് എക്സാമിന് പോയിട്ട് അവിടുന്ന് എക്സാം ഹോളിന്റെ അവിടുന്ന് തിരിച്ച് ബസ് കയറി വന്ന വ്യക്തി. എനിക്ക് എക്സാമിന് കയറാൻ പറ്റുന്നില്ല. മീൻസ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാണ്. അപ്പൊ എക്സാം എഴുതിയിട്ടില്ല, ഞാൻ പൊട്ടൂലല്ലോ, എക്സാം എഴുതിയില്ലല്ലോ എന്നല്ല പറയാ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്നലെ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് എനിക്കൊരു കോൾ ലെറ്ററിന്റെ മെസ്സേജ് വന്നത്. അപ്പൊ ഞാനത് മുന്നേ ഞാൻ എന്തായാലും ഈ എക്സാം എഴുതൂല എന്ന് ഞാൻ ആദ്യം അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫോൺ നോക്കുമ്പോൾ വന്നേ, ഞാൻ നോക്കുമ്പോ ഈ 26 തൃശ്ശൂർ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ അപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, കാര്യം ഇല്ലെങ്ങാനും എന്റെ തിങ്കിങ് മാറി കഴിഞ്ഞാൽ വെച്ചിട്ട്. പക്ഷെ എനിക്കിപ്പോ എക്സാം എഴുതാൻ പറ്റും, ഞാൻ പൊട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പേടിയാണ്, അങ്ങനെ എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇന്നലെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. മീൻസ് എന്റെ മെയിൻ പ്രശ്നം അതായിരുന്നു. ഇന്നലെ ഞാൻ അതിന് ഒരു 12:20 ഒക്കെ ആകുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനി എന്ത് തന്നെയായാലും വേണ്ട, ഞാൻ എക്സാം പോയി എഴുതുന്നുള്ള ആ ഒരു ശരി. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഇതിനെ കുറിച്ച് അത് വലിയൊരു സംഭവമാണ്. എന്നാലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഭയങ്കര എന്താ പറയാ, അങ്ങനെ എത്താൻ പറ്റൂല. അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും ഒരു സാർ എന്നല്ല പറഞ്ഞ പോലെ വിക്ടിം മോഡിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ പണ്ട് എന്ത് രസമായിരുന്നു, അങ്ങനെ ആയാൽ മതിയായിരുന്നു, ഒരു 4 വർഷം മുന്നേ ആയാൽ മതി, ഞാൻ എപ്പോഴും അതാ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ ഓക്കെ അല്ല എന്നുള്ളത് ഇങ്ങനെ
ഫുള്ള് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ അതുപോലെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഭയങ്കര ആക്റ്റീവായി, ഞാൻ അന്നത്തെ പോലെ ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. Wow. Okay. I'm really happy for you. Thank you so much. Congratulations. എല്ലാവരും just give her a big congratulations. എല്ലാവരും എന്ത് ചെയ്യുക comment section എന്ന് വെച്ചാൽ just comment something or give a big applause. Well done or whatever the words. You just share your happiness with her. Thank you so much, Nasreen, because this is an inspiration. ഒരുപാട് പേർക്ക് എന്താ വെച്ചാൽ ഇത് ഇൻസ്പിറേഷൻ ആണ്. ബിക്കോസ് പലരും എനിക്ക് നസ്രീൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ ഒരുപാട് പേര് സഫർ ചെയ്യുന്നവരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? നസ്രീൻ ഇതേപോലെ സഫർ ചെയ്തതാണ്, എന്താണ് അവരോട് പറയാനുള്ളത് നസ്രീൻ? വാട്ട് ഈസ് യുവർ നമ്മള് മുന്നിലേക്ക് ഒരു മജീഷ്യൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സാറ് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. സാറിന്റെ അടുത്ത് എന്തോ ഒരു മാജിക് ഉണ്ട്, ആ മാജിക് വെച്ചിട്ട് സാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ക്ലാസ്സിൽ ഞാനൊന്ന് EFTന്റെ ഫുൾ ഫോം എന്താന്ന് പോലും അറിയാതെയാണ് ഞാൻ വന്നത്. EFT എന്താന്ന് എനിക്ക് മനസ്സിലായത് സാറ് മിനിയാന്ന മറ്റേ ബോട്ടിലിന്റെ എക്സാമ്പിൾ കാണിച്ചു തന്നപ്പോഴാണ് എനിക്ക് ഇതാണല്ലേ സംഭവം. എനിക്ക് അറിയില്ലായിരുന്നു. അത്രയും ഞാൻ എന്തിനാ അങ്ങോട്ട് വന്നെന്ന് അറിയില്ല. ഞാൻ കുറെ മറ്റേ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരൊക്കെ പറയും നമ്മൾ പവർഫുൾ ആണ്, നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയാലോ, നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് ആവാന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അപ്പം അതിനേക്കാളൊക്കെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി അവര് നമ്മൾ ആ പ്രോബ്ലംസ് ഫിക്സ് ചെയ്ത് ഇങ്ങനെ എനിക്കിത് പറ്റും, നീ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു അതാണ് അവര് പറയണേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾക്ക് തന്നെ ഉള്ളിൽ നിന്ന് വരികയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ചിരി വന്നിട്ട് എല്ലാരും ഇന്നെ നോക്ക്, ഇവക്ക് എന്താ വട്ടായോ. ഉച്ചയായപ്പോഴാണ് എനിക്കൊരു ചിരിക്കൊരു ഇന്റർവെൽ എടുക്കാൻ പറ്റിയത്. മീൻസ് ഇപ്പോഴും എനിക്കത് കടിച്ചു പിടിച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ചില സമയത്ത് അങ്ങോട്ട് പൊട്ടുകയാണ്. എന്താണ് ഇത്, എത്ര ദിവസം ഉണ്ടാവുന്ന എന്തോ എനിക്കറിയില്ല. ഇത് ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്താണ് എനിക്കൊന്ന് പറഞ്ഞത്. ഇത് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടേ ഇല്ല. അപ്പം ഈ സാറിന്റെ കൂടെ കൂടിക്കോളി, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും. മീൻസ് ഞാൻ ഇതൊന്നും അറിയാതെ വന്ന ഒരാളാണ്. ഇവിടെ ആരൊക്കെയോ പറഞ്ഞു ഞാൻ അത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ്, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താന്ന് പോലും അറിയില്ല. ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് ഞാനും. അപ്പൊ എനിക്ക് തന്നെ ഇത്ര മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞ ആൾക്കാർക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. All right. Thank you so much once again. See, നസ്രീൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാജിക്കോ അല്ലെങ്കിൽ മജീഷ്യനോ ഒന്നുമില്ല. മാജിക് ഉണ്ട്. ആ മാജിക് എന്ന് പറയുന്നത് EFT എന്ന് പറയുന്ന ടെക്നിക്കാണ്. ബിക്കോസ് ദ മാജിക് ഈസ് ഹാപ്പനിങ് വിത്തിൻ യു വെൻ യു അലോ യുവർ സെൽഫ് ടു ഹാപ്പൻ. ആ ഒരു മാജിക് സംഭവിക്കാൻ Nimi, are you excited for this kind of experiences? What this is happening, right? Yes. Tell me. I'm waiting for the next record. I have Yeah. to overcome that sleepiness. Yeah. So it will come out. അപ്പം എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക ലൈഫിൽ മാജിക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നത്തിങ്, ദ പ്രോസസ്. നമ്മുടെ ശരീരം തന്നെ ഈ മാജിക്കുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ശരീരമാണ്. ഓക്കെ. ആൻഡ് ദെൻ നമുക്ക് വേറെ ആളും കൂടെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. സുധീർ സാർ, സുധീർ സാർ ഏർലി മോർണിംഗിൽ അവിടുന്ന് ജോയിൻ ചെയ്യാണ്. ഇപ്പൊ ടൈം എത്രയാണ് അവിടെ UAE? What time it is? ഓക്കെ, 5 മണിയായിട്ടുണ്ട്. ഓക്കെ. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ഇന്നലെ പെട്ടെന്ന് നിങ്ങളുടെ ട്രോമ 2 വർഷത്തെ ഒരു സംഗതി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലേ? അതിനെപ്പറ്റി ഒന്ന് പറയാവോ, ഒന്ന് ഷെയർ ചെയ്യാവോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഞാൻ ഇന്നലെ സാറ് ഇത് ടാപ്പിംഗ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു എന്ത് വേണമെങ്കിലും, അതായത് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം എടുക്കാൻ പറഞ്ഞു. മെയിൻലി ഞാൻ ഇവിടെ ഈ കോഴ്സിന് വന്ന തന്നെ എൻ്റെ ലെറ്റർ ടു കരിയർ ഗോളായിരുന്നു. അപ്പം ഒരു ഇഷ്യൂ എടുക്കുക വെച്ചാൽ അങ്ങനെ അവിടെ കരിയർ ഗോൾ എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശരി എടുക്കാൻ ഒരു ഓൾഡ് ഇഷ്യൂ തന്നെ എടുക്കണം വെച്ചിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ എടുത്തായിരുന്നു. അത് ഓൾമോസ്റ്റ് 2.5 years ആയി ഞാൻ സഫർ ചെയ്യുന്നത്. അപ്പം അതെടുത്തു. ഓൾമോസ്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എന്നോട് ചോദിച്ചായിരുന്നല്ലോ എത്രയുണ്ട് ഔട്ട് ഓഫ് 10 എത്രയാണ് വെയിറ്റേജ് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഒരു 10 out of 10 തന്നെയാണ് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ തുടങ്ങിയിരുന്നത്. പക്ഷേ ആഫ്റ്റർ ദ കംപ്ലീറ്റ് പ്രോസസ് പിന്നെ അതിനോട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് വാസ് ഓൾമോസ്റ്റ് വാനിഷ്ഡ്. അപ്പൊ ഓൾമോസ്റ്റ് അത് പിന്നെ തിങ്ക് ചെയ്യാം. ഐ വാസ് ട്രൈങ് ടു തിങ്ക് ബട്ട് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ഇറ്റ് ആക്ച്വലി. within one round of tapping, right? ഫസ്റ്റ് റൗണ്ട് ഓഫ് ടാപ്പിംഗിൽ തന്നെ അത് 0 ആയി. അത് വെരി ഫസ്റ്റ് തന്നെ ഇതായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം വെച്ചാൽ മോർ ദാൻ 2.5 years ആയിട്ട് അതിങ്ങനെ കിടന്ന് ഹോണ്ട് ചെയ്യുന്ന സംഭവമായിരുന്നു. അപ്പൊ
It was really a magic. നമ്മൾ ഫസ്റ്റ് റൗണ്ടിന് നമ്മൾ എടുത്തിരിക്കുന്നത്, അത് പൂർത്തിയാക്കാൻ എടുത്തിരിക്കുന്നത് ഐ തിങ്ക് 5 to 6 minutes അങ്ങാണ്ടൊക്കെയാണ്. ഓക്കെ, സോ ആ 5 to 6 minutes കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം 2 വർഷമായിട്ട് കൊണ്ട് നടന്നിരുന്ന ഒരു വിഷയം ഒറ്റയടിക്കുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് ഓർത്തിട്ട് കിട്ടുന്നില്ല. ആ ഒരു മെമ്മറി, ആ ഇമോഷൻ അതിൽ നിന്ന് കട്ടായി പോയി. മെമ്മറി ഈസ് ദർ, ബട്ട് സ്റ്റിൽ യു ആർ നോട്ട് ഏബിൾ ടു ഫീൽ എനിത്തിങ്, എനി ഇമോഷൻ ഓർ സാഡ്നെസ്. അതിൽ എന്ത് ഫീലിംഗ് ഉണ്ടായിരുന്നത്? സാഡ്നെസ് ആണോ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം? ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഫീൽ ചെയ്യുന്നില്ല. വർക്ക് നടക്കണമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഏവിയേഷൻ ഫീൽഡ് ആയതുകൊണ്ട് വർക്ക് സൈഡിൽ വർക്ക് ചെയ്തേ പറ്റൂ, അതിൽ കോംപ്രമൈസ് ഇല്ല. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇമോഷണലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നൈറ്റ് ടൈം ചെയ്യുന്ന സമയത്ത് അതൊരു പ്രശ്നം, റിയലി ഒരു പ്രശ്നം തന്നെയായിരുന്നു. ആഫ്റ്റർ ദ പ്രോസസ് ഐ വാസ് നോട്ട് ഏബിൾ ടു റിക്കലക്ട് ഈവൻ. അതായത് ഇങ്ങനെ എന്തോ നടന്നിട്ടുണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടെന്നല്ലാതെ അത് ചെയ്യാൻ പറ്റും. അതായത് പലപ്പോഴും നമ്മുടെ മെമ്മറിയിൽ തന്നെ വലിയ എന്താ പറയുക, നമുക്ക് ഇമോഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഏത് പെയിൻഫുൾ മെമ്മറി നമുക്ക് ഭയങ്കരമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുക. അതാണ് നമ്മൾ വല്ലാണ്ട് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാകുക. ആ ചിന്ത അങ്ങോട്ട് കംപ്ലീറ്റ്ലി കട്ടായി പോയിട്ട് അങ്ങനെ സംഭവം ചില കേസിൽ എന്താ വെച്ചാൽ ഈവൻ ആ ഒരു സംഭവത്തിന് ക്ലാരിറ്റി പോലും കിട്ടില്ല. അതാണ് സുധീർ സാറിന് സംഭവിച്ചിട്ടുള്ളത്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. ആൻഡ് താങ്ക് യു സോ മച്ച്. what is your message to other people? മറ്റുള്ളവർക്ക് ഇത് ചെയ്യാത്തവരോട് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? എന്റെ കേസ് ഇപ്പൊ 2.5 years ആയിട്ടുള്ള ഓൾഡ് കേസ് ആയിട്ട് അത് പോകാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ബാക്കി കേസസ് എല്ലാം മൈനർ കേസസ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് 2.5 years ആയിട്ട് ഇതേ സെയിം തിങ് റിപ്പീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിത്തിൻ ഐ തിങ്ക് ഓൺലി മാറ്റർ ഓഫ് 5 minutes കൊണ്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് എവരിബഡി ക്യാൻ മേക്ക് എ ട്രൈ. അറ്റ്ലീസ്റ്റ് വൺ ട്രൈ ഐ വിൽ സജസ്റ്റ് you to make a try so that it will be helpful for all. Yeah, and you also shared a story of 6 trainings ഇതിനു മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. This is the 6th one, and you got a transformation here. Tell me about that. Okay, അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലായി. എന്റെ വൈഫ് ഇതിലുണ്ട്, ഇമിറ്റേഷൻ പ്രോസസ്സിലുണ്ട്. പുള്ളിക്കാരുടെ മെയിൻ ഹോബി ആയിട്ട് തന്നെ കോഴ്സസിൽ ഇവിടെ ചേർക്കുന്നതാണ്. അങ്ങനെ ഞാൻ 6th ട്രെയിനറാണ്. ഇതിനു മുമ്പ് ഞാൻ പല ആൾക്കാരുടെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ EFT എക്സ്പീരിയൻസ് ചെയ്ത ഒരു ട്രെയിനർക്ക് മാത്രമേ, അത് ജസ്റ്റ് കുറച്ചൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അതർ ദാൻ ദാറ്റ് ഐ ഗോൺ ടു ഗോ 1 month ട്രെയിനിങ് പീരിയഡ് അങ്ങനെയായിട്ട് കുറെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും അവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി സം ഓഫ് ദ അതർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു റൂട്ട് കോഴ്സ് ആയിരുന്നു. ഇത് അങ്ങനെ ഇത് എവർ ഫസ്റ്റ് ടൈം ഐ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്ഫുൾ. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ദാറ്റ്. I will suggest that everybody should make at least a try. ഒരു ട്രൈ ചെയ്യുന്നതിന് പ്രശ്നം ഇത്ര സ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇതൊരു ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. Okay, very good. നിങ്ങളുടെ വൈഫ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. Can she come and talk? ആൾക്ക് She's in Bangalore right now. ഞാൻ അബുദാബി, വൈഫ് ബാംഗ്ലൂരാണ്. Is she joining now? ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ? She is there always in the throughout the class. She will be there. ഞാൻ സാറിന് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു 10 minute എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റും. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ ബാക്കി റെസ്റ്റ് ഓഫ് ദ ക്ലാസ് പുള്ളിക്കാരി കേട്ടിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്യും. കൂടാതെ ഞാൻ റെക്കോർഡിംഗ് കാണുകയും ചെയ്യും. ഇങ്ങനെ പ്രോസസ് പോയിക്കണം. പുള്ളിക്കാരി ഇതിലുണ്ട്, സിന്ധുജ എന്ന പേര്. ഹായ് സിന്ധുജ, ഹായ്, ഹൗ ആർ യു? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കമന്റ് വരുന്നുണ്ട്. Can you unmute yourself? Yes. Yeah, hello sir. Good morning. Good morning. Yes, tell me what is happening, what was the experience, and how come he happened to join the course? What is the story actually? ഞാൻ 2 weeks back ആണ് സാറിന്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം ത്രൂ കാണുന്നത്. Okay. ഞാൻ ഓൾറെഡി ഇതിങ്ങനത്തെ കുറെ ക്ലാസ്സസും അതുപോലെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ആളും അങ്ങനെയൊക്കെയാണ്. ഞാൻ ടീച്ചിങ് ഫീൽഡിലായിരുന്നു. അപ്പം അതുപോലെ ഈ ഇങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ കണ്ടപ്പം എനിക്ക് ഇതൊരു കുറച്ചും കൂടെ രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പം സംതിങ് ഡിഫറെന്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ശരത് സാറിന് മെസ്സേജ് ഇടുവാണ്. ഇങ്ങനെ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ രാവിലെ ഈ മോർണിംഗ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം യൂട്യൂബിൽ ഉണ്ടല്ലോ, പിന്നെ സാറിനെ ഫോളോ ചെയ്തു. അങ്ങനെ യൂട്യൂബിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തു. അതങ്ങനെ ക്ലാസ് കുറച്ചൊക്കെ കണ്ടു. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി ക്ലാസ് നല്ല ക്ലാസ്സാണ്. ഇറ്റ്സ് എ വേർതി ക്ലാസ്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ഇതിൽ വരാം, ഇതൊന്ന് എത്രയും ഇതുപോലെ പലതിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. സോ അത്
അത് അങ്ങനെ പോരല്ലോ, നമ്മൾ തന്നെ പോയി അറ്റൻഡ് അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുള്ളൂ. അത് എത്രത്തോളം ഫോളോ ചെയ്യും. ഇപ്പൊ ഒരാൾ ഉണ്ടാവണം, ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു മെന്റർ ഉണ്ടാവണം. അത് ഞാൻ കുറച്ചു നാളായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഹസ്ബൻഡ് ഒരു മെന്റർ ഉണ്ടെങ്കിൽ റൈറ്റ് വേ അവര് കാണിക്കും എന്നുള്ള ഒരു കാര്യം അറിയായിരുന്നു. അങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് 1 month മെന്റോറിങ് ഇതിലുണ്ട് എന്ന് ചോദിച്ചു. അതിനെ പറ്റിയിട്ടൊക്കെ ക്ലിയർ ആയിട്ട് ശരത് സർ എനിക്ക് പറഞ്ഞു തന്നു. ഇതാണ് ഉണ്ടാവുക, 10 days ഇങ്ങനെയാണ്, പിന്നെ ആഫ്റ്റർ ദാറ്റ് മെന്റർ ഉണ്ടാവും, പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് എത്ര വേണം ലൈഫ് ലോങ്, എന്താ പറയാ, അത് ആ രീതിയിൽ പറഞ്ഞു തന്നു. അത് എത്രയാണെന്ന് എനിക്ക് ഇപ്പൊ ഇല്ല, അങ്ങനെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യല്ലേ. ഇറ്റ് ഈസ് മറ്റുള്ള പ്രോഗ്രാമിന് എന്തായാലും ഡിഫർ ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ ഇതിലേക്ക് വന്നത്. സോ അതെ അതെ അതെ. ഇത്രയും ഒരു 5 days കഴിഞ്ഞപ്പോഴേക്കും വാട്ട് ഈസ് യുവർ ഫീലിംഗ് ആസ് എ പേഴ്സൺ യു റെക്കമെൻഡഡ് ഹിം ടു ദിസ്? ഹി ഈസ് സോ ഹാപ്പി. ഈ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. ആൻഡ് ഈവൻ ഞാനും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും എന്താണ് പറയുന്ന ഫീഡ്ബാക്സ്. അപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ചേഞ്ച് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് എനിക്കത് ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞു നല്ല ക്ലാസ് ആണ്, ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കിടു എന്നാ പറഞ്ഞത്. ഇന്നലെ എക്സ്പീരിയൻസ് വല്ലതും പറഞ്ഞു ഈ 2 yearsന്റെ കാര്യം? ഇന്നലെ പറഞ്ഞു. അപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാലും പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഇന്നലെ ഉണ്ടായ കാര്യം പറഞ്ഞു. അത് ഇപ്പൊ സെയിം തിങ് എന്താണോ ഷെയർ ചെയ്തിരിക്കുന്നത് അതേ കാര്യം തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോ എന്താ ഡിഡ് യു ഫീൽ എ റിലീഫ്? ഓക്കേ, 2 വർഷമായിട്ട് ഞാനും സോൾവ് ചെയ്യാൻ കഴിയാത്ത നമുക്ക് രണ്ടുപേരും അതെ 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 അതെ, ഭയങ്കര റിലീഫ് അല്ലേ. വണ്ടർഫുൾ നവർ. അമേസിംഗ്. Thank you so much for coming here and sharing your story. And did you do the course? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ പ്രോഗ്രാം? ഈ പ്രോഗ്രാം ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, ഇത് ചെയ്യണം എന്ന് നെക്സ്റ്റ് ബാച്ചിലോട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. വിചാരിക്കുന്ന വെച്ചാൽ ഞാനും അത് എൻ്റെ മോനും കൂടെ വേണ്ടി രണ്ടുപേരും കൂടെ ചെയ്യാന്നുള്ള ഇതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇൻ കേസ് അവന് ജോയിൻ ചെയ്യാൻ പറ്റില്ല, എക്സാംസ് ആന്ന് പറഞ്ഞു, അങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. 3 കൂടെ ജോയിൻ ചെയ്യാൻ എന്തായിരുന്നു പറഞ്ഞു. ഞാൻ ഒറ്റക്ക് ചെയ്തല്ല. കാര്യം വെച്ചാല് നമ്മള് ചെറുപ്പം പോലെ ഈ രണ്ടുപേരും കമ്പാരിസൺ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആര്, ഞാനും എന്റെ സിസ്റ്ററും. ഞാൻ പറയും ഇപ്പൊ ഈ ക്ലാസ് വന്നിട്ട് ശേഷം നമ്മൾ പിന്നെ കമ്പാരിസണിലോട്ട് പോകണ്ട, അവിടെ യു ജോയിൻ ഞാൻ ഈ ക്ലാസ്സിൽ പോകാൻ ഞാൻ കയറിയത്. Okay, very good. Thank you so much. The way you people are really understand. പറഞ്ഞോളൂ, എന്താ കേൾക്കുന്നില്ല? റെസ്റ്റ് ഓഫ് ദ പീപ്പിളിന് ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 5th day ആയിരുന്നു ഇപ്പൊ നമ്മൾ പോണത്. അത് എല്ലാ ദിവസവും ഐ വുഡ് ഹാവ് സീൻ സം ഓർ ദ അതർ ബ്ലോക്സ് ബീൻ ലൈക്ക് എൻ്റെ വർക്ക് പ്ലേസ് തന്നെ ഇഷ്യൂസ് കുറെ ഉണ്ടായിരുന്നു. ഓരോരോ ബ്ലോക്ക്, അതായത് ദിവസം അറ്റ്ലീസ്റ്റ് 1 or 2 blocks വാസ് ഗെറ്റിംഗ് ക്ലിയർ. മോർ ദാൻ 6 to 8 months ആയിട്ട് ഞാൻ ആ ബ്ലോക്സ് നീക്കാൻ വേണ്ടിയിട്ട് ഹയർ ഓഫീഷ്യൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ദാറ്റ് വാസ് നോട്ട് റിലേറ്റഡ് ടു വർക്ക് ഓൺലി, പക്ഷേ ദാറ്റ് വാസ് നോട്ട് ഗെറ്റിംഗ് ക്ലിയർ. പക്ഷേ ഇത് അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ തന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വിളിച്ചിട്ട് തന്നെ ക്ലിയർ ചെയ്തെന്നാണ് പക്ഷെ. അപ്പം ഞാൻ ഇത്രയും പെട്ടെന്ന് നടക്കുന്നുണ്ടോ, ഞാൻ അത്ര കാര്യമാക്കില്ല. സെക്കൻഡ് ഡേ ഇറ്റ് വാസ് വൺ മോർ തിങ് ഇറ്റ് വാസ് മോർ ക്രിട്ടിക്കൽ. അത് അറ്റ്ലീസ്റ്റ് കപ്പിൾ ഓഫ് 2 ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു. അവരും അങ്ങനെ തന്നെ രാവിലെ തന്നെ എന്നെ വിളിക്കുന്നു, സുധീർ പ്ലേസ് കംപൗണ്ട് ചെയ്യുന്നവർ. അങ്ങനെ നമ്മൾ സിറ്റ് ഒരു ടേബിളിൽ ഇരുന്നു, എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു. ദാറ്റ് ഓൾസോ വാസ് ക്ലിയർ. ഞാൻ സർപ്രൈസ് ആയി. ഞാൻ വൈഫോട് പറഞ്ഞു ഇത് സെക്കൻഡ് തിങ് ആവണത്. അവള് പറഞ്ഞു ചെറിയ ചെറിയ മൈനർ ചേഞ്ചസ് വരും, അത് യു ജസ്റ്റ് മോണിറ്റർ. 3rd day നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഒന്നും കൂടി സംഭവിച്ചു. സോ റിയലി ഐ എം ഹാപ്പി, വെരി happy for this. So thank you so much. I'm really happy for you because this is called you shifted your energy. Okay, overall നമ്മൾ കൊണ്ട് നടന്നിരുന്ന എനർജി കംപ്ലീറ്റ്ലി ഇന്നർ എനർജി നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ, ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ തോട്ട്സ് സംഗതികളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇറ്റ് ഓൾ കംസ് ഡൗൺ വൺ തിങ് വിച്ച് ഇസ് കോൾഡ് എനർജി. അപ്പോൾ ആ എനർജി ഷിഫ്റ്റ് നടക്കുമ്പോൾ ഈ എനർജി ലെവലിലാണ് നമ്മൾ ഈ യൂണിവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അവർ കമ്മ്യൂണിക്കേഷൻ നോട്ട് ത്രൂ വേർഡ്സ്, ഈവൻ ദോ വേർഡ്സ് ആണെങ്കിൽ പോലും ഇതെല്ലാം ഡീപ് ഡൗൺ കംപ്ലീറ്റ്ലി ഇത് കണക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനർജി ലെവലിലാണ് കണക്ട് ആകുന്നത്. സോ
നിങ്ങളുടെ എനർജി പാറ്റേൺ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഷിഫ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് നമ്മൾ പറയുന്ന ഇമോഷണൽ ബ്ലോക്ക് അല്ലെങ്കിൽ എനർജി ബ്ലോക്ക് എന്ന് പറയുന്ന സംഗതി. ആ ബ്ലോക്സുകൾ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യപ്പെടുന്നു. ആൻഡ് ലിറ്ററലി യുവർ എക്സ്പീരിയൻസ് മിറക്കിൾസ്. ദാറ്റ്സ് വൈ വി കോൾ മിറക്കിൾസ്, because we don't know, right? Like how this is happening, and that's why we call miracles and magics. Anyway, I'm really happy for your experience. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇതുപോലെ ഓരോരുത്തർക്കും എക്സ്പീരിയൻസുകൾ ഉണ്ടാകും, അത്ഭുതങ്ങൾ ഉണ്ടാകും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എനിവേ ഇന്നത്തെ പറഞ്ഞോളൂ. ട്രൈ അറ്റ്ലീസ്റ്റ് ഒരു ട്രൈ എല്ലാവരും ചെയ്തിട്ടും യെസ്, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്താൽ മതി, പിന്നെ അത് സ്ഥിരമായിക്കോളും. അതാണ് അതിലെ ഒരു കാര്യം കിടക്കുന്നത്. വെരി ഗുഡ്. അതുകൊണ്ട് ഞാൻ ഇത്ര പറയാം, ബിക്കോസ് ഞാൻ പറഞ്ഞ 6th ഇൻസ്ട്രക്ടർ ആണ്. ഇതിനു മുമ്പ് വേറെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു, പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇത് എവർ ഫസ്റ്റ് ടൈം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ സോ എന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ, ഇന്നലത്തെ ഒന്ന്. ജെബിൻ പറഞ്ഞോളൂ. സാർ ഇന്നലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാൽപിറ്റേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, Yeah. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നോർമലി ആണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പം എന്നെ സംബന്ധിച്ച് എന്നെ പോലൊരു ക്യാരക്ടർ ഉള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നെറ്റിൽ സെർച്ച് ചെയ്യും എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഈ ഒരു പാൽപിറ്റേഷൻ ബുദ്ധിമുട്ടുണ്ടായെന്ന്. സാറ് പറഞ്ഞ ഏതെങ്കിലും ഒരു ചെറിയ സംഭവം എടുക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ചെറുതാണോ വലുതല്ലേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാണ്. എങ്കിലും അത് തന്നെ എടുത്ത് 10-ൽ 8 എനിക്ക് ചെയ്ത്. സത്യം പറഞ്ഞ ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് ശകലമായപ്പോൾ തന്നെ അത് പരിപൂർണമായിട്ട് മാറി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് വരെ ഇങ്ങനെ വിചാരിക്കും എന്താണ് പാൽപിറ്റേഷൻ ഉണ്ടാകാൻ കാരണം, എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്ത വരും. അത് ആദ്യം തന്നെ അത് മാറി എന്നുള്ള കാര്യം. 10-ൽ അത് 0 ആയിട്ട് മാറി. രണ്ടാമത് അമ്മയുമായിട്ട് ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഇന്നലെ. ഒരു ചെറിയ സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിഷമം എൻ്റെ ഉള്ളത്തിനകത്ത് അതുപോലെ കിടപ്പുണ്ടായിരുന്നു. രണ്ടാമത് വീണ്ടും നമ്മൾ ചെയ്തില്ലായിരുന്നോ, ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് അത്രയില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കായിരുന്നു. ആദ്യം ചെയ്തപ്പോൾ അതിന്റെ ഒരു ലെവൽ അത് 2-ലേക്ക് എത്തിയത്. രണ്ടാമത് ചെയ്തപ്പോൾ അത് 0-ലെത്തി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി. പക്ഷെ സാർ ഒരു പോയിന്റ് പറഞ്ഞു അതിനകത്തില്, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യത്തിനായിട്ടായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അമ്മയായിട്ടൊരു സംസാരം ഉണ്ടായപ്പം എൻ്റെ ഈ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതൊക്കെ എൻ്റെ അമ്മയാണ്. ഓക്കെ, പക്ഷെ ഇന്നലെ ഞാൻ തന്നെ പോയി കൊച്ചിനെ ചെന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് എന്താ ഇത് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അമ്മയ്ക്ക് തീരെ വയ്യാത്ത ആളാണ്. അപ്പൊ ഞാൻ അതിനെ കുളിപ്പിച്ചിട്ട് തിരിച്ചൊക്കെ വന്നു. അപ്പൊ എന്റെ മനസ്സിനകത്തിൽ സാറാ പറഞ്ഞൊരു പോയിന്റ്, ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സംഭവം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ കുഞ്ഞിന് എന്നോടൊരു ഇന്റിമസി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ ചെയ്തപ്പോ. ഇനി അച്ഛൻ എന്നെ കുളിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്ന ഒരാളാണ്, പക്ഷെ എങ്കിലും അമ്മയൊന്നും പുറത്ത് കാണിക്കത്തില്ല. നോർമലി അതിനുശേഷം അമ്മയോട് എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അമ്മ ഒരു നെഗറ്റീവ് വേർഡ് പറഞ്ഞുകൊണ്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇന്ന് അതായത് ഇന്നലത്തെ ആ ഹീലിംഗ് എല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ, അതായത് നമ്മുടെ ക്ലാസ്സിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഈ ബെഡിലും അല്ലെ എന്റെ പില്ലോയിലും ഒക്കെ ഞാൻ എല്ലാം താങ്ക്സ് പറഞ്ഞിട്ട് താഴോട്ട് വന്നു. അപ്പൊ അമ്മ ചായ കൊണ്ട് വന്നു. അമ്മ ചായ ഉണ്ട് ഒരു സ്റ്റെപ്പ് കയറി വന്നു. ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞപ്പോ അമ്മ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ഇതെന്തൊരു മിറക്കിളാന്നുള്ള കാര്യം. ഒരിക്കലും ഞങ്ങളുടെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. കാര്യം ഒരു താങ്ക്സ് പറയാട്ടെ ഒന്നും ആട്ടെ. പക്ഷെ അമേസിംഗ് ആണ് കേട്ടോ ഇന്നലത്തെ ആ ക്ലാസ്സിന് ശേഷം ഉണ്ടായി എനിക്ക് കിട്ടിയ ചിലപ്പോ ഇതൊക്കെ കേൾക്കുന്നവർക്ക് വലിയ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു അതിശയകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്, സൈക്യാട്രിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പല ആൾക്കാരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ അമേസിംഗ് ആണ് സാറേ ക്ലാസ്. സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ മാറേണ്ടതെന്നുള്ള കാര്യം, നമുക്ക് എങ്ങനെ നമ്മളെ മാറ്റിയെടുക്കാന്നുള്ള കാര്യം കിട്ടിയിരിക്കുന്ന സാറിന്റെ നിന്നാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഇനിയിപ്പോ 5 ദിവസം കൂടെ ഉള്ളല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. I'm really happy for you. Like everyone, അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള ചെറിയത് അതൊന്ന് ഞാനൊന്ന് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഇത്രയും കാലം ഇല്ലാത്ത ബിഹേവിയർ ചേഞ്ചസ് അദ്ദേഹത്തിന് സംഭവിക്കുന്നു. ആൻഡ് ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ഇൻസ്പിറേഷൻ. അതൊരു ഇൻസ്പിറേഷൻ അല്ല, കാരണം ഹി ഹാസ് ഗോയിങ് ത്രൂ. ജെബിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ജെബിൻ ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. സോ ആ പെയിന് ആണ് അദ്ദേഹത്തിനുള്ള ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലേക്ക് ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ. അതിന്റെ അളവ് കുറഞ്ഞു വരുന്നൊരവസ്ഥ. അത് ഫസ്റ്റ് ഡേയിലൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇന്നലെ തന്നെ പാൽപിറ്റേഷൻ വന്നു. ലൈക്ക് ഞാൻ തന്നെ ചെന്നിട്ടാണ് പറഞ്ഞതെന്നാ പറഞ്ഞത്. ഞാൻ സ്വപ്നത്തിൽ ഞാൻ ചെന്നിട്ട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അത്രയ്ക്കും ഓവർ തിങ്കിങ്. സാറേ അതിന് പറഞ്ഞോട്ടെ സാറ്, ഞാൻ ജസ്റ്റ് ചുമ്മാതെ കിടക്കുകയാണ്, ചുമ്മാതെ രാവിലെ. അതായത് നമ്മുടെ തിങ്കിങ് ലെവൽ കൂടുമ്പോഴാണ്. അപ്പൊ വേറെ ആര് പറഞ്ഞാലും എനിക്ക് അത്രയും വിഷമം വരത്തില്ലല്ലോ. അപ്പൊ സാറ് തന്നെ വന്നിട്ട് എന്നോട് പറയുക എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നിനക്ക് ഞാൻ അറ്റാക്ക് കൊണ്ട് തരുമെന്ന്. സാറ് തന്നെയാ പറയുന്നത്.
ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ശരി കുഴപ്പമില്ല വന്നോട്ടെ ഒരു പ്രശ്നമില്ല ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഒരിക്കലും ഞാനാകത്തില്ല. ഞാൻ പെട്ടെന്ന് പേടിക്കേണ്ടതാണ്. സാധാരണ സാറ് വന്ന് പറഞ്ഞില്ല അപ്പൊ ആയിട്ട് എന്തെങ്കിലും കാര്യം കാണുമല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. ഇത് ഓക്കെ പുറമെ അല്ലാതെ ഒരു ഇപ്പൊ ഒരുപാട് ആൾക്കാരിനകത്തിലുണ്ട്. പക്ഷെ അല്ലാതെ ഒരാൾ കേൾക്കുമ്പോഴായിരിക്കും ഇയാളെന്തോ ഈ പറയുന്നേ. അതുപോലെ അതായത് ചെറിയ കാര്യം, ഏറ്റവും ചെറിയ കാര്യം. സാറിന്റെ ക്ലാസ് 10 ദിവസമാണ്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ മൈൻഡ് എന്നോട് പറയാണ് ഒരിക്കലും നിനക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല, ചുമ്മാതാ, പോത്തില്ല. ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. കേൾക്കുന്നവരായിരിക്കും ഭ്രാന്താണോന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. അതുപോലെ നെഗറ്റീവ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ്, നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അതൊന്ന് ആലോചിച്ച് നോക്കിക്കോണേ. അപ്പൊ എന്തുമാത്രം വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കത് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നത് ഈ ഒരു ക്ലാസ്സിനകത്ത് നിന്നാണ്. യാതൊരു സംശയമില്ല കാര്യത്തിനകത്തില്. ഓക്കെ ഓൾറൈറ്റ് ഐ എം റിയലി ഹാപ്പി. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻസിഡന്റ് അത് എന്നിട്ട് അതിനുശേഷം പിന്നീട് ചെറുതായിട്ട് അദ്ദേഹത്തെ അത് ബാധിക്കുകയും ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് പാൽപിറ്റേഷൻ, അതായത് ഭയങ്കരമായിട്ട് ശ്വാസതടസ്സം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഹൃദയമിടിപ്പ് കൂടുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിന് വന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു പാനിക് അറ്റാക്ക് പോലുള്ള ചെറിയൊരു സിറ്റുവേഷൻ പോലെ അല്ലെങ്കിൽ ഒരു പെയിന് പോലെ വരുന്നൊരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹം പോയിട്ട് നമ്മുടെ നേരെ ടാപ്പിംഗ് ചെയ്ത് ഒറ്റയടിക്ക് ഫസ്റ്റ് റൗണ്ടോട് കൂടി ഐ മീൻ 5 to 6 minutes കൊണ്ട് കംപ്ലീറ്റ്ലി സീറോയിലേക്ക് കംപ്ലീറ്റ് ആ ഇഷ്യൂ ക്ലിയർ ആയി. ഇങ്ങനെ ഓരോ ഇഷ്യൂസും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക എന്നുള്ളിടത്താണ്. അതിലൂടെ ഓരോ ബ്ലോക്സുകൾ റിമൂവ് ചെയ്യും. ഓവറോൾ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ജിബിൻ. ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഇതുപോലെ ഓരോ സ്റ്റോറീസ് കേൾക്കണം. നമുക്ക് ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? വാട്ട് വി ക്യാൻ ലേൺ. ഇന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്കിന്ന് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കുറച്ച് ലക്ഷണങ്ങൾ അല്ലേ, അതൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ സെഷൻ കൂടെ അവസാനിപ്പിക്കാം. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള, കാരണം ഞാൻ ഇന്നിപ്പോ ഒക്കെ സ്റ്റോറീസ് ആണ്, ഒരുപാട് പേർക്ക് സ്റ്റോറീസ് ചെയ്യാറുണ്ട്. വേറെ ആർക്കെങ്കിലും സംശയങ്ങളോ സ്റ്റോറീസോ ഷെയർ ചെയ്യാനുണ്ടോ? മിറക്കിൾസ് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇസ് ദർ എനിവൺ ഹു ലൈക്ക് എനിബഡി? ഇന്നലത്തെ സെഷന് ശേഷം ഇവിടെ കുറേ ചാറ്റ്സ് വന്നിട്ടുണ്ട്, എനിക്ക് അറിയില്ല. സർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. യെസ് പറഞ്ഞോളൂ. എനിക്ക് ഇന്നലത്തെ ക്ലാസ്സില് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനായിരുന്നു. കാര്യം മോന് ഒരു റിംഗ് വേം ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു ഇതൊക്കെ EFT വഴി മാറാവുന്നേ ഉള്ളൂ. അപ്പൊ മുമ്പേ ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കാണുമ്പോൾ അവൻ പറയും എനിക്ക് വട്ടാണ് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇന്നലെ ആളത് കേട്ടിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു എന്നാ പിന്നെ എന്നെ ടാപ്പ് ചെയ്താൽ പോരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആഴത്തിൽ അറിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് വേണം. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് അവന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന് പറയണു ഞാൻ ആ 3ാമത്തെ ടാപ്പിങ്ങിലാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് ഇരുന്നത്. അപ്പൊ ഞാനൊരു ചെറിയൊരു ഇഷ്യൂ ആണ് എടുത്തത്. ഓർത്തെടുക്കാൻ ചെറിയ ഇഷ്യൂകളൊന്നും ഇല്ലാന്നായിരുന്നു ധാരണ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലേക്ക് ഇങ്ങനെ കുറെ ഇതുകൾ വന്നത്. അപ്പൊ എനിക്ക് ഞാൻ എന്റെ ഫസ്റ്റ് ടാപ്പിംഗ് ആയിരുന്നത് ആ 3rd ടാപ്പിംഗ്. അതിൽ തന്നെ 10ൽ നിന്ന് 0 ആയതായി എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ പലരും പറയുന്ന പോലെ അത് എനിക്ക് പിന്നെ ഓർമ്മയിൽ പോലും വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അത് 0 ആയി എന്നുള്ളത്. അപ്പൊ ഇത്രയും നാളെ എന്റെ അറിവുകളൊക്കെ പെരിഫറിയിലുള്ള ഞാൻ ഇവിടെ വരുമ്പോ ഒരു തെറ്റിദ്ധാരണയായിരുന്നു, എനിക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള ധാരണയായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് ഇതൊന്നല്ല അറിവ്, ആഴത്തിലുള്ള അറിവ് ഇതാണ് എന്നുള്ളൊരു ഇത് മനസ്സിലായത്. അപ്പൊ എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ പലരും പറഞ്ഞ പോലെ ഇനി 5 ദിവസമല്ലേ ഉള്ളൂ എന്നൊരു വിഷമമാണ് ഉള്ളത്. അപ്പൊ അതോടുകൂടി നമ്മളുടെ എല്ലാ പ്രോബ്ലവും മാറും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. കരിയർ ഗോൾ ആയിരുന്നു മെയിൻ ആയിട്ട്. പക്ഷെ അതോടൊപ്പം കുറെ ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലായി ഇവിടെ വന്നപ്പോ. 5 ദിവസം അല്ല ക്ലാസ് ഉള്ളത്. ക്ലാസ് 5 ദിവസമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഫോളോ അപ്സും തെറാപ്പീസും another 30 days you have with you. അപ്പോൾ നിങ്ങളുടെ അത് along the way സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്. വേറെ ആരോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി ഫോർ യു സുജന മാം. സോ എനിവൺ എൽസ് ആരോ ഒരാൾ ഷെയർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു? ഇസ് ദർ എനിബഡി ഹു വാണ്ട്സ് ടു ഷെയർ? ഓക്കെ, കാരണം ഇത് നമ്മൾ യെസ് പറഞ്ഞോളൂ. ഞാൻ ജോയ്സനാണ്. ഞാന് എനിക്ക് ഇവരെങ്കിലെ ലൈവായിട്ട് ഹലോ ജോയ്സൺ, കേൾക്കുന്നില്ല ജോയ്സൺ? പിന്നെ എനിക്ക് ഈവനിങ്ങില് ചെയ്യാൻ പറ്റാത്തൊരു ഭയങ്കര വിഷമമുണ്ട് തോന്നുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പിംഗ് ഫസ്റ്റത്തെ ദിവസം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. റെക്കോർഡിങ്ങിലാണ് ചെയ്തത്. അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോ നന്നായിട്ട് പുറംവേദന ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം എനിക്ക് നീരൂഴ്ചയായി. അപ്പൊ എനിക്ക് ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്റെ മെഡിറ്റേഷനും രാവിലത്തെ മെഡിറ്റേഷനും പോയായിരുന്നു.
നേരം വൈകിയാണ് ഞാൻ നേരത്തെ എണീറ്റു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. വളരെ ടയേർഡായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ഈവനിങ്ങില് ഒന്ന് കുറച്ചു നേരം ഇരുന്ന ആ ടാപ്പിംഗ് സെക്ഷൻ തന്നെ ഞാൻ ഒന്നുകൂടി ചെയ്തു. ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫീൽ ഉണ്ടായിരുന്നു. കയ്യിലൊക്കെ നല്ല ഒരു എനർജി പവർ, അത് നല്ലൊരു ഫീൽ ആയിരുന്നു അത്. പിന്നെ എനിക്ക് എന്താ ഇപ്പോഴും അതിന്റെ സൗണ്ടിൽ തന്നെ കുറച്ച് അറിയാൻ പറ്റും. എനിക്ക് നീർവീഴ്ച മാറിയിട്ടില്ല, കുറച്ച് ചുമയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. സോറി, എന്താ ഇപ്പൊ സംഭവിക്കുന്നത് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. എല്ലാം വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാനിപ്പോ അതായത് നല്ല ഹീലിംഗ് ആണ് നടക്കുന്നത് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. So that's what is happening. Okay, so you are so lucky to have these experiences. നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന നീരിറക്കത്തിന്റെ പ്രശ്നമായിക്കോട്ടെ, അതല്ലേ പറഞ്ഞത്? അതേപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ക്ഷീണമായിക്കോട്ടെ, ബാക്ക് പെയിൻ ആയിക്കോട്ടെ, എവറിത്തിങ് is you are healing. So let us go through that. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ എന്ന് പറയുന്ന പോലെ നമ്മളുടെ പെയിനിലൂടെ നമ്മൾ കടന്നു പോയിട്ട് വേണം നമുക്ക് പ്രകാശമുള്ള ആ ടണലിലൂടെ, ഇരുട്ട് നിറഞ്ഞ ടണലിലൂടെ കടന്നു പോകണം. ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്നതാണ് വാട്ട് എവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് പെയിൻ. ലൈഫിൽ ഇത്രയും കാലം പെയിന് ഈ രൂപത്തിൽ വന്നിട്ടില്ല, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടില്ല. തീർച്ചയായിട്ടും വന്നിട്ടില്ല. പക്ഷെ ഇത്രയും കാലം വിഷമങ്ങൾ ഉണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി പെയിന് വന്ന് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി ഇത് ഇങ്ങോട്ട് ഇളകി, ഞാൻ പറഞ്ഞ ഉരുൾപൊട്ടലപ്പോ സംഭവിക്കുന്നത്. ഇത് ഇളകി ഉരുൾപൊട്ടി ഒലിച്ച് എല്ലാം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പോകാനുണ്ട്. നമ്മുടെ ദേഹത്ത് നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ദാറ്റ് പീസ്, ആ സമാധാനം, സന്തോഷം. ഒരുപാട് വെറുപ്പ്, ഒരുപാട് സങ്കടം, ഒരുപാട് വിഷമം, ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളിലുണ്ട്. ഇന്ന് ഞാൻ അതെ സർ, ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷൻ ഇരുന്നപ്പോ നല്ലൊരു ശാന്തമായിട്ട് ഭയങ്കര സുഖമായിരുന്നു. ആ ഫീല് ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇരുന്നായിരുന്നത്. അപ്പൊ അതൊരു നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. ജെയ്സൺ, ഐ വാസ് ടോക്കിംഗ് ടു മൈ ടീം. ജെയ്സനെ 2 ദിവസമായിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ടീമായിട്ട് സംസാരിച്ചപ്പോൾ ടീം എന്നോട് ഓൾറെഡി ടീം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീം എന്നോട് ഇങ്ങനെ പറഞ്ഞു ചെയ്തപ്പോൾ ഞാൻ ജെയ്സനെ പേഴ്സണലായിട്ട് വിളിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ജെയ്സൺ ഇവിടെ വന്നത്. ഐ എം റിയലി ഹാപ്പി ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു ബിക്കോസ് ഐ ഡോണ്ട് നോ ജെയ്സൺ, I liked you a lot. You are such a good soul, genuine soul, and I wanted to help you. നിങ്ങൾ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഓൺലൈൻ ലൈവിൽ തന്നെ വരും. ഞാൻ പറയുന്നു, നിങ്ങൾ ലൈവ് പ്രോഗ്രാമിൽ തന്നെ വരും. നിങ്ങളുടെ ലൈവിൽ ചെയ്യപ്പെടും. സർ, ഇന്നലെയും ഞാൻ ലൈവിൽ വരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്നലെയും എനിക്ക് ആ സമയത്ത് കോൾ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് എനിക്ക് പറ്റാത്തത്. അപ്പൊ ഞാൻ പറയുന്നു, ആ കോളൊന്നും ഇനി നിങ്ങളെ ബാധിക്കില്ല. യു വിൽ ബി ഫൈൻ. And you will session. I know that it will happen. Okay, that's a miracle. Thank you sir. You will not get those kind of calls. Okay, and you will be fine. Don't worry, and that block will be removed. But ഞാൻ പറഞ്ഞില്ലേ, സുധീർ സാറിന് കുറെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. സുധീർ സാറിന്റെ ബ്ലോക്ക് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു. ഇതുപോലെ നോക്കിക്കോളൂ, that magic will happen to you. Okay sir. Okay, so attend that. ഇന്നത്തെ സെഷനും കൂടെ അറ്റൻഡ് ചെയ്തല്ലോ. ഞാൻ ആകെ ഒരു ടാപ്പിംഗ് സെക്ഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ തലേ ദിവസത്തെ എനിക്ക് കിട്ടിയായിരുന്നു റെക്കോർഡ്. പക്ഷെ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ ഒന്ന് ടയേർഡ് ആയിരുന്നു. അത് കാരണം. പക്ഷെ ഇന്നെന്തെയോ തലേന്ന് കിട്ടിയത് എടുത്തിട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും സർ. ചെയ്തിട്ട് പിന്നെ അതിനുശേഷം സംഗതികളും ചെയ്തിട്ട് എന്താ വെച്ചാൽ നിങ്ങള് പിന്നെ നമ്മുടെ മെന്ററുമായിട്ട് നല്ലതായിട്ട് കണക്റ്റഡ് അല്ലേ? ഞാന് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുള്ള ഒരാൾ വിളിച്ചായിരുന്നു. പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങള്, ഉണ്ട്. ഓക്കെ, അവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷന് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യണം. പെയിനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ. പിന്നെ എന്റെ വീടിന്റെ പണിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ ഇപ്പൊ വർക്ക് സൈറ്റിലേക്ക് പോവാണ്. എന്നാലും ഞാൻ ഈ റെക്കോർഡും ഇങ്ങനെ ഇയർഫോൺ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ക്ലാസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി. I'm really happy for you, Jason. I know we were missing you.
And when I hear your voice, I don't know, like, I was so happy to hear that. So stay loved, stay blessed. Okay? നന്നായിട്ട് നമ്മുടെ ഓക്കെ, കൂടെ താങ്ക് യു. ഓക്കെ, നമുക്കിത് പൂർത്തിയാക്കാം. ഞാൻ എല്ലാം കൂടെ തന്നെ ഉണ്ടാവും സാർ. ശരി, താങ്ക് യു. വിട്ട് കളയില്ല. Yeah, താങ്ക് യു that's enough. അത് മാത്രം മതി, അത് കേട്ടാ മതി. All right. ബിൻസി, യെസ് പറഞ്ഞോളൂ. ഹലോ സാർ. യെസ് പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ ഇതിലേക്ക് വരുമ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് എന്താണെന്നറിയോ, 1-2 ദിവസം ഞാൻ ശരിക്കും പിന്നെ മെഡിറ്റേഷനിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും വല്ലാണ്ട് ഉറക്കം വരുന്നോണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഞാൻ എന്റെ ഇന്നസെന്റ് പറയുന്ന പോലെ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ, ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഈ മോട്ടിവേഷൻ സ്പീച്ചുകളൊക്കെ കുറെ കാലമായില്ലേ പറയാനും കേൾക്കാനും തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇതൊന്നും എന്നെ സ്കരിക്കുന്ന കാര്യമല്ല, ഫീൽ ചെയ്യത്തില്ല എനിക്ക് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയായിരുന്നു ഞാൻ ക്ലാസ്സിൽ വന്നത്. പക്ഷെ ഇത് വേറെ ലെവലാണെന്നുള്ളത് ഇപ്പൊ 2-3 ദിവസം കൊണ്ടാണ് മനസ്സിലായത് കേട്ടോ. വെരി വെരി താങ്ക്സ്. തന്റെ ക്ലാസ്സുകൾ വേറെ ലെവൽ തന്നെയാണ്. ആർക്കും ഫീൽ ചെയ്യാനും ഒക്കെ ആർക്കും ഒരു മൈൻഡ്ഫുൾ ആണ്. ശരിക്കും പറഞ്ഞ ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ബിൻസി. ഇവിടെ ഒരു കമന്റ് വന്നിട്ടുണ്ട് വിഷ്ണുവിന്റെ. ചേട്ടാ, ഞാൻ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു. സൈക്കോളജിസ്റ്റ് പറയുന്നത് EFTനെ പറ്റി പറഞ്ഞപ്പോൾ നീ റോട്ടിൽ നിന്നും തട്ടിക്കൊണ്ട് നിൽക്കൂ എന്ന് എന്നെ കളിയാക്കി. ഞാൻ ഡോക്ടറിനോട് തർക്കിച്ചു, അവർ സമ്മതിച്ചു തരുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് മെറ്റാ വരെ സെർച്ച് ചെയ്തു ആക്കി, അവർ സമ്മതിച്ചു തരണില്ല. ഓക്കെ, ഡോണ്ട് വറി. ജെബിൻ അതിന് കമന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഇറ്റ്സ് വെരി ഹാവിങ്. ചാറ്റിൽ എന്തൊക്കെയോ ചർച്ച നടക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ കാണുന്നില്ല. ചേട്ടൻ, ഞാൻ സൈക്കോളജിസ്റ്റുകളെ കണ്ടതിന് കയ്യും കണക്കുമില്ല. അവർ തെറാപ്പിയൊക്കെ ചെയ്യും, പക്ഷേ സിസ്റ്റമാറ്റിക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി. വെരി ഗുഡ്. യു ഗൈസ് ഹെൽപ്പ് ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ്. അപ്പൊ ഇനി പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത ബാച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനുള്ള ആക്ച്വലി അതിന്റെ പേയ്മെന്റ് വരുന്നത് ഐ തിങ്ക് 9,800 rupees ആണ്. പക്ഷേ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ആദ്യത്തെ ഫസ്റ്റ് വരുന്ന 20 പേർക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു 15 പേരോളം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പം ഫായിസ പറയുന്നു ജോയിൻ ചെയ്യും. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആർക്കും എന്ത് ചെയ്യുക, ഇത് ഉപയോഗപ്പെടുത്താം. സോ ബുക്ക് ഇമ്മീഡിയറ്റ്ലി. ഇനി സിജു എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? ഹായ് സിജു, കുറെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ തിങ്സ് ആർ ഗോയിങ്? അടിപൊളിയാണ് സാർ. അടിപൊളിയാണ്. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വേർ ഈസ് അശ്വതി? ആൻഡ് അശ്വതി റൈറ്റ്? അശ്വതി ഇപ്പൊ ജോബ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ EFT ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ സാർ ജോബ് കിട്ടിയത്. വെരി ഗുഡ്. അപ്പോ എത്ര കാലമായിട്ട് ജോബ് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു? 1 year ആയിട്ട് കാനഡയിലാണ്. അപ്പോ ആള് ട്രൈ ചെയ്യാത്തതിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. ഞങ്ങൾ തമ്മിൽ അതും സംബന്ധിച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവള് ട്രൈ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ ഈ EFT കഴിഞ്ഞ് ഇപ്പൊ ഒരു 1 week ആയിട്ടുള്ളൂ. 1 week 2 week ആയപ്പോഴേക്കും ജോലി കിട്ടി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതാണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ആ എനർജി ബ്ലോക്ക് ആണ് കാണുന്നത്. ഓട്ടോമാറ്റിക്കലി ആ ടാപ്പ് ചെയ്ത് അവർ ഹീൽ ചെയ്തതോടുകൂടി ഇറ്റ്സ് ക്ലിയർ ദ വേ ദാറ്റ് ഈസ് കമ്മിങ്. ഇത് പല രീതിയിൽ നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക്. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ഹെർ ആൻഡ് ഫോർ യു ആസ് വെൽ, ബിക്കോസ് ഇതിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാം ഇനി തീർന്നല്ലോ. ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്തില് നമ്മളോട് ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ജിബിൻ പറഞ്ഞോളൂ. എന്താ കേൾക്കുന്നില്ല ജിബിൻ? നിങ്ങൾ ടച്ച് ചെയ്തോ? ഐ മീൻ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഹലോ ജിബിൻ. ഓക്കെ, ജിബിൻ കണക്റ്റഡ് അല്ലാന്ന് തോന്നുന്നു. സിജു, എന്തായാലും അശ്വതിയോട് പറയാം. അശ്വതി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആള് ഇവിടെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ സെഷൻ കേൾക്കുന്നുണ്ടോ? ഇല്ല, കാരണം ഇപ്പൊ ടൈം അവിടെ ജോബിന്റെ ടൈമാണ്. അപ്പൊ ഓക്കെ. ആരോ കളിയെ റോഡിൽ തട്ടി വീഴുന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ പറ്റൂ സാറേ? ഞാൻ പറഞ്ഞത് ഈ ക്ലാസിന്റെ പേയ്മെന്റിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ആദ്യം എനിക്കൊരു എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഇത്രയും പൈസ കൊടുത്തിട്ട് എങ്ങനാ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആദ്യം. അതായത് 10 ദിവസമാണ് സാറ് ഈ ക്ലാസ്സിന് വേണ്ടി നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഈ 10 ദിവസത്തെ ക്ലാസ് രാത്രിയിൽ 2 മണിക്കൂറുണ്ട്. ഓക്കെ,
അപ്പൊ 2 മണിക്കൂർ രാത്രിയിലുണ്ട്, രാവിലെ 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്തായാലും ഉണ്ട് പോട്ടെ. അപ്പൊ 3 മണിക്കൂർ ടോട്ടലി ഏറ്റവും മിനിമം 3 മണിക്കൂർ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 30 മണിക്കൂർ സാറ് ഇപ്പൊ പേഴ്സണലി വെച്ച് നോക്കുവാണെങ്കിൽ 30 മണിക്കൂറിന്റെ ക്ലാസ് ആണ് ശരിക്കും. 30 മണിക്കൂർ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ അത്രയും മാത്രം ചിന്തിച്ച്, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, 1000 രൂപയാണ് ഒരു കൺസൾട്ടേഷൻ ഏറ്റവും കുറഞ്ഞത്. എത്ര ചെറിയ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് അരമണിക്കൂറിനൊക്കെ വാങ്ങിക്കുന്നത്. 30,000 രൂപയ്ക്ക് പുറത്താവും അത് ശരിക്കും പറഞ്ഞാല്. നമ്മൾ അറിയത്തില്ല, നമ്മൾ ഇവിടുന്ന് പോകുന്ന എക്സ്പെൻസും നമ്മുടെ സംഭവങ്ങളും എല്ലാം നോക്കുമ്പോൾ അതിലും മേളിലാവും. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുമുണ്ട്, അതാണ് രസം. ഇതെല്ലാം ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല, ഓരോ പ്രാവശ്യവും 1000, 1500, 2000 വെച്ച് പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇത്രയും മിറക്കിളായിട്ട് ഇതുപോലെ തന്നെ ഇത്രയും അത് ഒന്നുമില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ സാറ് പറഞ്ഞു നോക്കുവാണെങ്കിൽ റേറ്റ് ഒന്നും അല്ല. കാര്യം ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരാളോട് ചോദിച്ചതാണ്. ചോദിച്ചിട്ട് ഞാൻ അറിഞ്ഞ എമൗണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് അതൊരു എമൗണ്ട് ആയിട്ടൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട പോലും കാര്യമില്ല. കാര്യം ഞാൻ ആദ്യത്തെ ഇതുപോലെ തന്നെ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു പൈസ ഉണ്ടാക്കാൻ വല്ല പരിപാടിയായിരിക്കും എന്നാ ആദ്യം വിചാരിച്ചത്. പക്ഷെ ടോട്ടലി മാറി. ടോട്ടലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം എന്റെ മൈൻഡിൽ പോലും ഇല്ല. അതുകൊണ്ട് ഈ കേൾക്കുന്നവർക്ക് ചിലപ്പം പെട്ടെന്ന് അറിയത്തില്ല, ഞാൻ ഇങ്ങനെ ഒരു മൈൻഡിലായിരുന്നു ഇരുന്നത് ആദ്യം, വാസ്തവമായിട്ട് പറഞ്ഞാണ്. അല്ലെ ഞാൻ എപ്പോഴേ ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പേ ഞാൻ റെഡി ആയിരുന്നു. പക്ഷേ താങ്ക് യു ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഇൻസൈറ്റ്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഇതിലേക്ക് വരാം. നമ്മുടെ ഒരു ടോപ്പിക്സിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ചില ക്വാളിറ്റീസ്. ഓക്കെ, അതിലേക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ടേക്ക് പെൻ ആൻഡ് പേപ്പർ. സോ ഇന്ന് മോർണിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹിയർ. സർ, എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തോ കമന്റ് വന്നിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് കമന്റ്. ഓക്കെ, മൈൻഡ്ഫുൾനെസ് എനിക്ക് കിട്ടാത്തത് എന്താ? ഓക്കെ, കേൾക്കുമ്പോൾ കൊതിയാവുന്ന മൈൻഡ്ഫുൾനെസ് എനിക്ക് കിട്ടാത്തത് എന്താ? ഇറ്റ്സ് ഓക്കെ. യാ, ജസ്റ്റില ഉത്തരവും ചോദ്യം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാ, ദാറ്റ്സ് ഓൾ. ഓക്കെ, അത് കിട്ടിക്കുള്ളൂ കേട്ടോ. യു ആർ എക്സ്പീരിയൻസിങ് അത് പതിയെ റെഡി ആയിട്ട് വന്നോളും. അതായത് നിങ്ങൾ യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ്. എന്തുകൊണ്ടാന്ന് ചോദിക്കേണ്ട, അത് അതിൻ്റെതായിട്ടുള്ള നിങ്ങളുടെ സ്റ്റോറിയും നിങ്ങളുടെ ജേണിയൊക്കെ ഡിഫറെൻ്റ് അല്ലേ, അതിനനുസരിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടാവും. ബട്ട് ഓവറോൾ യു ആർ ഓൾസോ എക്സ്പീരിയൻസിങ് ഇറ്റ്. പല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഇന്റലിജന്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്വാളിറ്റീസ് എന്താണ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട ക്വാളിറ്റി, ദേ ഹാവ് എ കീൻ ഒബ്സർവേഷൻ. അവർ ഭയങ്കരമായിട്ട് ഒബ്സർവേഷൻ സ്കില്ലുള്ള ആൾക്കാരാണ്. ദേ റീഡ് പാറ്റേൺസ്. ഡെയിലി ലൈഫിൽ അവരെപ്പോഴും എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടാവും. ഒബ്സർവേഷൻ സ്കില്ല് വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യും, കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇവരതിലെ പാറ്റേൺസ് കണ്ടെത്തും. അപ്പോൾ ഇവിടെ ജെബിനൊക്കെ എന്താ വെച്ചാൽ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ്. കാരണം നന്നായിട്ട് പെട്ടെന്ന് പാറ്റേൺസ് കണ്ടെത്താൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റും. സോ നമ്മുടെ നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ, ദാറ്റ് മീൻസ് നിങ്ങൾ എന്താണ് വളരെ ഇന്റലിജന്റ്. അത് എല്ലാവരിലും ഉണ്ട് കേട്ടോ. ഇത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു കാര്യം കാണുമ്പോഴും ജസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്, ചില കാര്യങ്ങൾ കാണാൻ പ്രത്യേക ഓർഡറിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ചോദിക്കുക, ഒബ്സർവേഷൻ സ്കില്ല്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളോട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടുകൾ ഒബ്സർവ് ചെയ്യണം എന്ന് പറയും, സൊസൈറ്റി ഒബ്സർവ് ചെയ്യണം. ഇപ്പം എനിക്ക് തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ സ്കില്ലാണ്. ഞാൻ പറയാം, ദാറ്റ് ഈസ് മൈ മോസ്റ്റ് പവർഫുൾ സ്കിൽ എനിക്കുള്ളത്. ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അയാളുടെ ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്യും, അയാളുടെ ടോൺ ഒബ്സർവ് ചെയ്യും, അയാളുടെ എക്സ്പീരിയൻസ്, അയാൾ പറയുന്ന കോണ്ടന്റ് ഒബ്സർവ് ചെയ്യും. അതായത് ആ കോൺവെർസേഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും അറ്റ് ദ സെയിം ടൈം ഒരു സൈഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ എന്തായി സംസാരിച്ചുകൊണ്ടിരിക്കും. യു സോ ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക, തേർഡ് ഐ വ്യൂവിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട സംഗതിയാണ്. സോ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റി ആണെന്ന് വെച്ചാൽ കീൻ ഒബ്സർവേഷൻ സ്കില്ല്. എന്ത് സംഭവിക്കുകയാണെങ്കിലും ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് അറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ട്രോമ വല്ലാണ്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കില്ല് എന്ത് ചെയ്യും, ഓവറായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓവർ തിങ്കിങ്ങിലേക്കോ സ്ട്രെസ്സിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് പോകും. ഇന്റലിജന്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അത് എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കില്ല. ദേ ലെറ്റ് ഗോ. ദേ ഗോ ത്രൂ ദാറ്റ് ഹീലിംഗ് പ്രോസസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അത് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആവശ്യമുള്ളിടത്ത് മാത്രം അവരത് അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ്.
അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്കില്ല് നമുക്ക് ഒരേ സമയത്ത് രണ്ട് ഇരുതല മൂർച്ചയുള്ള വാളാണ്. നല്ല സ്കില്ലാണ്, നന്നായിട്ട് മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാനും സിറ്റുവേഷൻ മനസ്സിലാക്കാനും എംപത്തറ്റിക് ആവാനും ഈവൻ ബിസിനസ്സിലൊക്കെ നല്ല ഡിസിഷൻസ് എടുക്കാനും നമ്മുടെ സെയിൽസിലാണെങ്കിലും എല്ലാത്തിലും നല്ല ഡിസിഷൻസ് എടുക്കാനൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളാണ്. ഓക്കെ, എന്തോ ഒരു ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ആരോട് ചോദിച്ചിട്ടുണ്ടല്ലോ, ഉല്ലാസ്, ഹായ്, അറൗണ്ട് 14 years ആയിട്ടുള്ള ബ്ലോക്ക് മാറ്റാൻ EFT കൊണ്ട് പറ്റുമോ? അപ്പോൾ വേറെ ആൾ കമന്റ് ചെയ്തിട്ടുണ്ട് 18 വർഷമായിട്ടുള്ള ബ്ലോക്ക് EFT കൊണ്ട് മാറ്റിയിട്ടുണ്ട് കൃഷ്ണ. താങ്ക് യു ഫോർ ഷെയറിങ് ബോത്ത് ഓഫ് യുവർ കൺസേൺസ് ആൻഡ് ഒപ്പീനിയൻ. താങ്ക് യു. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക് കൊണ്ട് നമ്മുടെ ഈ ഒബ്സർവേഷൻ സ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കൈവിട്ടു പോകും, അനലിറ്റിക്കൽ മൈൻഡിലേക്ക് പോകും, ഓവർ അനലിറ്റിക്കൽ ആവുന്ന രീതിയിൽ ഹൈപ്പർ അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഹൈപ്പർ ഒബ്സർവേഷൻ വരും. ഹൈപ്പർ വിജിലന്റ് എന്ന് പറയും, അത് ഹൈപ്പർ വിജിലൻസിലേക്ക് പോകും. ഒബ്സർവേഷൻ അല്ല, പിന്നെ അതെന്തായാലും വിജിലൻസ് ആയി. എന്താ വിജിലൻസ്? പിന്നെ സെക്യൂരിറ്റി മോഡ് ഓൺ ആയാലും എപ്പോഴും ഇൻസെക്യൂരിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? വെൻ യു ആർ ഇൻസെക്യൂരിറ്റി, ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ ഒരു സെക്യൂരിറ്റിയെ പോലെ എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ പേരിൽ സ്ട്രെസ് വരും. അപ്പോൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ട്രെസ് കൂടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്കില്ല് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഹീൽ ചെയ്യണം. ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്കില്ല് തന്നെ എന്താവും? ഇന്റലിജന്റ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റിലുള്ള ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ സ്ട്രെസ് വരും. കാരണം ഈ സ്കില്ലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എന്താണ്? അനലിറ്റിക്കൽ മോഡിലാണ് ഉണ്ടാവുക. പൊതുവെ ഏത് കാര്യവും ബുദ്ധിപരമായിട്ട് അനലൈസ് ചെയ്യും. പക്ഷെ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്കില്ലാണ്. കരിയറിൽ സക്സസ് ഉണ്ടാവാൻ, ബിസിനസ്സിൽ വിജയിക്കാൻ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സ്കില്ലാണ്. അതാണ് ഒരു കാര്യം. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റി എന്താണ്? ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റിയാണ്. ദേ ഹാവ് എ കീൻ ഒബ്സർവേഷൻ സ്കിൽ. അവർക്ക് നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, അവരുടെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ദേ ഓൾവേസ് ലേൺ. അവർ എപ്പോഴും പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. ദേ ഓൾവേസ് ലേൺ. അവരുടെ സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഓൾവേസ് ലേൺ. ബിക്കോസ് അവർക്കറിയാം അവരുടെ കയ്യിൽ എന്തുണ്ട്? ഒരു മൂർച്ചയുള്ള വാളുണ്ട്. പക്ഷെ ആ മൂർച്ച ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടിരിക്കണം. ദേ ഹാവ് ടു ഷാർപ്പൻ ദ സോഡ്. അപ്പൊ അതിന് ആ ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ വായിക്കുക എന്ന് പറയുന്നത്, വായന ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക, യു ഹാവ് ടു ഓൾവേസ് അപ്ഡേറ്റ് യുവർ നോളജ്. ഇന്റലിജന്റ് ആവണോ സ്മാർട്ട് ആവണോ വേറെ വഴിയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുക, പഠനം നിർത്തരുത്. എനിക്കെല്ലാം അറിയാം. ഇവിടെ നേരത്തെ ബിൻസി പറഞ്ഞ പോലെ ഓക്കെ ഞാനിതൊക്കെ കുറെ കേട്ടതാ അല്ലെ, ആ ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു സംഗതിയിൽ നിൽക്കാതെ ഓൾവേസ് ബി ക്യൂരിയസ്, ഓൾവേസ് ഹംബിൾ ആവുക. നമ്മൾ ഏതൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഏത് സെഷനിൽ ഇരിക്കുമ്പോഴും ഇനിയും എനിക്ക് പഠിക്കാനുണ്ട്, ഇനിയും എനിക്ക് അറിയാനുണ്ട്, ഇത്രയൊന്നും അല്ല, ഒരുപാട് എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് അനദർ ക്വാളിറ്റി. അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്റലിജന്റ് പീപ്പിൾ വാട്ട് ദേ ഡു. അടുത്തതെന്ന് പറയുന്നത് they know that they cannot do it alone. ഏതൊരു കാര്യമാണെങ്കിലും അവർക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്കൊരു ടീമിന്റെ സഹായത്തോടു കൂടി ചെയ്യാനാണ് പറ്റുക. പലപ്പോഴും പല കാര്യങ്ങൾക്കും വേറെ ആൾക്കാരുടെ സഹായം ആവശ്യമാണ് എന്നവർ മനസ്സിലാക്കും. ആൻഡ് ഫോർ ദാറ്റ് അവരെന്ത് ചെയ്യും? ദേ ആർ സോ ഇന്റലിജന്റ്. ആ മറ്റുള്ള നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആൾ ആരാണോ അവരെ സ്പെസിഫിക്കലി കണ്ടെത്തും. എന്നിട്ട് അവർക്ക് വേണ്ട അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം പെട്ടെന്ന് അവർ നടത്തി കൊടുക്കും. ക്ലിയർ ആണ്? ദാറ്റ്സ് ഹൗ ദേ ഡു ഇറ്റ്. അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഈഗോ ക്യാരി ചെയ്യില്ല. പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. അതായത് അവരുടെ ഏത് പ്രശ്നമാണ് എങ്കിലും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത, അവരുടെ പ്രശ്നത്തിന് അവർ സഹായം തേടും. ദേ നോ ദാറ്റ് ദേ കൻ നോട്ട് ഡു ഇറ്റ് അലോൺ. അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് അറിയാം. സോ വാട്ട് ദേ ഡു ഈസ് ദേ വിൽ ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ ഹു ക്യാൻ ഹെൽപ്പ് ദം. അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവർ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും, അവരുടെ ഹെൽപ്പ് തേടും. ബട്ട് അറ്റ് ദ സെയിം ടൈം
ആരുടെ നിന്നാണോ ഹെൽപ്പ് തേടുന്നത് ആ ആൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ. അത് പണമാണെങ്കിൽ പണം, അതല്ലെങ്കിൽ വേറെ ഹെൽപ്പ് ആണെങ്കിൽ ഹെൽപ്പ്, ഐഡിയ ആണെങ്കിൽ ഐഡിയ, അവരുടെ ലൈഫിലേക്ക് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് സോൾവ് ആകുന്നത് കാണാം. ദേ ആർ ഓൾവേസ് റെഡി ടു ആസ്ക് ഫോർ ഹെൽപ്പ്. അവർ ഈഗോ വെക്കില്ല. ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈഗോ. ദേ വിൽ ക്യാരി ദ ഈഗോ, ദേ വിൽ ക്യാരി. ഞാനിപ്പോൾ അയാളുടെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നെ പറ്റി ചിന്തിക്കും. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുക, അയാൾ എന്നെ പറ്റി എന്ത് ചിന്തിച്ചാലും എനിക്ക് ഇറ്റ് ഡസന്റ് മാറ്റർ, ഐ ഡോണ്ട് കെയർ, എനിക്ക് വേണ്ടത് ഈ കാര്യമാണ്, എനിക്കത് നടന്നാൽ മതി. അപ്പൊ അയാൾ ചെന്നിട്ട് എന്താ വെച്ചാൽ ചെന്ന് ചോദിക്കുക. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ചിലപ്പോൾ, അതാണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ദേ ഡോണ്ട് വാണ്ട് ക്രെഡിറ്റ്. അവർക്ക് ക്രെഡിറ്റ് വേണ്ട. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർ ക്രെഡിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് എടുത്തോട്ടെ എന്നുള്ള തിങ്കിങ് ആണ് അവർക്ക് കാര്യം നടക്കുകയാണ് വേണ്ടത്. ഇങ്ങോട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. ഗുഡ് മോർണിംഗ് സർ. Yeah. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഞാനിപ്പോ ഈ ലാസ്റ്റ് പറഞ്ഞ ഒരു സെന്റൻസ് Yeah. വളരെ കറക്റ്റ് ആണ്. ഞാൻ ഇന്റലിജന്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിപ്പോ തിങ്ക് ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്, Yeah. അവര് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നല്ലതാണോ ദോഷാണോ എന്നാ സാറ് പറയുന്നത്? നല്ലതാണ് എന്നാ പറയുന്നത്. നല്ലതാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ക്വാളിറ്റീസ്, ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്വാളിറ്റീസ് അല്ലേ, നല്ലതാണ്, അങ്ങനെയാണ് അപ്പൊ ചെയ്യേണ്ടത്. എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റൂല, എനിക്കൊരു സപ്പോർട്ട് വേണം. അപ്പോ പിന്നെ അതിന് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ട് അവരെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂപ്പരിപ്പോ പുറത്താണ്, വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ സാർ പറഞ്ഞ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കോട്ടെ, എനിക്ക് ആ ലക്ഷ്യം നടന്നാൽ മതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. That's it. That is a quality of intelligent person. Keep doing that. You are very intelligent. Thank you so much. Because നമ്മൾ അധികം ആൾക്കാരും പലരും സഹായം അവിടെ ഉണ്ടായിട്ട്, ഹെൽപ്പ് അവിടെ ഉണ്ടായിട്ട് ചോദിക്കില്ല. എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായാലും ചിന്തിക്കില്ല. അവർ ചിന്തിക്കുന്ന വെച്ചാൽ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അല്ലെ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ അതിബുദ്ധിമാനാണ്. ആക്ച്വലി ഇവിടെ വേറൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇൻ എ വാർ ഓഫ് ഈഗോ ലൂസർ ഓൾവേസ് വിൻ. ലൂസർ ഓൾവേസ് വിൻ. അതായത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജയിക്കുന്നത് ആരാണ്? തോറ്റവനാണ് ജയിക്കുന്നത്. അതായത് ജയിച്ചവൻ തോറ്റുപോയി എന്നർത്ഥം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ വഴക്ക് കൂടുമ്പോൾ പോലും സംഭവിക്കുന്നതാണ്, വഴക്കിൽ ആരാണോ ജയിച്ചത് അയാൾ തോറ്റു. സോ ഓൾവേസ് നമ്മൾ വഴക്ക് കൂടുന്ന സമയത്ത്, ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ യു ആർ വെരി ഇന്റലിജന്റ്. സൈലന്റ് അല്ല, യു ആർ നോട്ട് ഇന്റലിജന്റ്. നിങ്ങൾ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കണ്ടോ, വിഡ്ഢിയാണ് ഓക്കെ, അപ്പം വിഡ്ഢിയായി പോവാണ്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഡു യു കൺസിഡർ യുവർ സെൽഫ് ആസ് എ ഫൂൾ ഓർ എ ഫെയിലിയർ ആസ് എ ലൂസർ, ഓർ ഡു യു വാണ്ട് ടു കൺസിഡർ യുവർ സെൽഫ്? അപ്പൊ ഇതിന്റെ ഇടയിൽ ഈഗോ കടന്നിട്ട് ഇങ്ങനെ കളിക്കും വല്ലാണ്ട്. ദേ പോണു ഒരാൾ ഓടുന്നു, ഗസ്റ്റിനെ ഇറങ്ങി ഓടുന്നുണ്ട്, ഞാൻ ഈ ജില്ലക്കാരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. കാരണം പൊതുവെ എല്ലാ സമയത്തും നമ്മൾ അറിയാതെ ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ. സോ ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് എനിവേ. സോ എലോൺ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണ്ടേ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. AFS എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. എലോൺ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണ്ടേ? അങ്ങനെയല്ല, നമ്മൾ ഡിപ്പെൻഡ് ആകുന്നതും ഒരാളോട് ഹെൽപ്പ് ചോദിക്കുന്ന രണ്ടാണ്. ഹെൽപ്പ് ചോദിക്കുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്, ഒക്കെ റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക, ഒറ്റയ്ക്കെല്ലാം സോൾവ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ അത് ഏറ്റെടുക്കുക, അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. ഇനി എന്താ വേണ്ടത്? ഇത് ബുദ്ധിയുള്ള ഒരാൾ എന്താ ചെയ്ത്, ഇനി ഇതെങ്ങനെ എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും? ഹൗ കാൻ ഐ സോൾവ് ദിസ് ഇമ്മീഡിയറ്റ്? അപ്പൊ ചില കേസിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടതായിരിക്കും, അത് നമ്മൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുക, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത്? എക്സസൈസ്. നിങ്ങൾ തന്നെ സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ലോകത്ത് എന്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അദ്ദേഹം ക്യാൻസർ ബാധിച്ച് അവസാന നാളുകളിൽ മരണക്കിടക്കയിൽ മല്ലിടുകയാണ്, മരണമായിട്ട് അല്ലെങ്കിൽ ഈ അസുഖമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ലോകത്ത് എന്തും വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ ആരോഗ്യം അത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, ആ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ തന്നെ പോയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ എക്സസൈസ് ചെയ്തേ പറ്റൂ, വർക്കൗട്ട് ചെയ്തേ പറ്റൂ. പക്ഷേ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. പക്ഷെ ബുദ്ധിയുള്ള ഒരാൾ അതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യും, ഒരു ട്രെയിനർ എന്ത് ചെയ്യും? പേഴ്സണൽ ട്രെയിനറെ വെക്കും.
ആ പേഴ്സണൽ ട്രെയിനറെ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഉണ്ടാകുന്ന റിസൾട്ട് എന്ത് ചെയ്യും? 3 months കൊണ്ട് ഇയാൾക്ക് കിട്ടും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ ശരീരം എൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ആയിരുന്നില്ല എൻ്റെ. വളരെ വീക്കായിട്ടുള്ള മെലിഞ്ഞ് അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് 2019 പോയിട്ട് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനൊരു ഹെൽപ്പ് എടുക്കാൻ തോന്നി. അതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഒരു പേഴ്സണൽ ട്രെയിനറെ വെച്ചു. ചെറിയ പേയ്മെൻറ്റേ വന്നിട്ടുള്ളൂ. മന്ത്ലി 5,000 rupees അങ്ങോട്ടേ വന്നിട്ടുള്ളൂ ആ സമയത്ത്. ഇപ്പം കൂടുതലാണ്. അദ്ദേഹം എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് ഐഡിയാസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ ഫീസ് കൂട്ടി. അത് വേറെ കഥ. എനിവേ ചുരുക്കി പറയാം, പുള്ളിക്ക് ബുദ്ധി കൂടി, പുള്ളി ഫീസ് കൂട്ടി. അതായത് അതെൻ്റെ ഒരു ബുദ്ധിയില്ലായ്മയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ വെരി, ബിക്കോസ് ദാറ്റ്സ് മൈ ഹ്യൂമൻസ്. ഐ ലവ് ഹിം ലൈക്ക് എനിത്തിങ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഇത്രയും ഇങ്ങനെയൊന്നും വിലയിട്ടാൽ പോരാ, പഠിപ്പിച്ചാൽ പോരാ എന്നുള്ള എൻ്റെ ഒരു നല്ല ചിന്തയാണ്. ആക്ച്വലി ബുദ്ധിയില്ലായ്മയല്ല, അത് എൻ്റെ ഒരു നല്ല ചിന്തയാണ്. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ് ഹാപ്പൻഡ്, ലെറ്റ് മീ കം ടു ദ സ്റ്റോറി. പുള്ളിയുടെ അടുത്ത് പോയി ഞാൻ എന്താ വെച്ചാൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി എന്നെ ശരിക്കും കെയർ ചെയ്തു. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു. പുള്ളി ചോദിച്ച എമൗണ്ടിൽ ഒരു ഡിസ്കൗണ്ട് ഞാൻ ചോദിച്ചില്ല. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ദേ ഡു ദിസ്. ഒരു ഡിസ്കൗണ്ട് ചോദിക്കില്ലെന്ന് മാത്രമല്ല, ദേ വിൽ ഗിവ് യു എക്സ്ട്രാ ടിപ്പ് ആസ് വെൽ. സോ ഞാൻ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, എക്സ്ട്രാ ഗിഫ്റ്റുകളും കൊടുത്തു. ഇയാൾ എന്നെ ആ ജിംനേഷ്യത്തിൽ ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ക്ലയൻ്റായിട്ട് എന്നെ അയാൾ ഏറ്റെടുത്തു. വാട്ട് ഹാപ്പൻഡ് ഇസ് പുള്ളി എനിക്ക് വേണ്ടിയിട്ട് അവിടെ വരുന്ന സപ്ലിമെന്റ്സ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ളത് തരാൻ തുടങ്ങി. ഏറ്റവും ബെസ്റ്റ് സപ്ലിമെന്റ്സ് എനിക്ക് തരാൻ വേണ്ടി അഡീഷണലി പുള്ളിക്കായിട്ട് ഓഫർ കിട്ടുന്ന സപ്ലിമെന്റ്സുകൾ എനിക്ക് നൽകാൻ തുടങ്ങി. ആൻഡ് ഹി ടുക്ക് കെയർ ഓഫ് മീ ലൈക്ക് എനിത്തിങ്. എന്നെ എല്ലായ്പ്പോഴും വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. എന്നെ ഇടയ്ക്ക് എൻ്റെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് കംപ്ലീറ്റ് ഹി സ്റ്റാർട്ടഡ് മോണിറ്ററിങ്. ആൻഡ് 3 months കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു ശരിക്കും എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി അദ്ദേഹം ബിൽഡ് ചെയ്തു. ആൻഡ് ഐ ഓൾവേസ് ഫീൽ ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പിന്നീട് ഞാൻ ഒരു ട്രെയിനറുടെ അടുത്ത്, വേറെ ട്രെയിനറുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് what I'm saying is you find the people and you just get help. അപ്പം നമ്മൾ തന്നെ ചെയ്യേണ്ടതല്ലേ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ റെസ്പോൺസിബിൾ ആവണം. നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്വം. ഞാൻ ഇത് ഫിക്സ് ചെയ്യും തീരുമാനിക്കുക. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേറെ ആളുടെ ഹെൽപ്പ് തേടാൻ പറ്റുമെങ്കിൽ ഗോ ആൻഡ് ഗെറ്റ് ഹെൽപ്പ്. അത് ഡിപ്പെൻഡബിലിറ്റി അല്ല, അത് എന്താണ്, സ്മാർട്ടായിട്ടുള്ള തിങ്കിങ് ആണ്. ഡിപ്പെൻഡബിൾ ആവുന്ന എപ്പോഴാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരൂ എന്ന് പറയുമ്പോഴാണ്. അതല്ല, അത് റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മളും കൂടെ ചെയ്യുക, നമ്മൾക്ക് ഒരാളുടെ കൂടെ സഹായം തരും. നമ്മളും ചെയ്യുക, നമ്മുടെ കൂടെ ഒരാളുടെ സഹായം കൊടുത്തിട്ട് ഇറ്റ് വിൽ ബിക്കം സോ ഫാസ്റ്റ്. അടുത്തത് ഈ പറഞ്ഞതുപോലെ, നേരത്തെ ബാമിനോട് പറഞ്ഞ പോലെ വെച്ചാൽ ക്രെഡിബിലിറ്റി എടുക്കുന്നവർ. ചില ആൾക്കാർ ക്രെഡിറ്റ് എടുക്കും, ക്രെഡിറ്റ് എടുക്കും. അതായത് അദ്ദേഹമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അവർ പറഞ്ഞു കൊടുത്തോട്ടെ, അതിന്റെ പേരിൽ ഈഗോ ഹേർട്ട് ആയിരുന്നു. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് അയാൾ പറയട്ടെ, അയാൾക്ക് അതാണ് സന്തോഷം. എനിക്ക് കിട്ടേണ്ട ഹെൽപ്പ് കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ അയാൾക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല, അയാൾക്ക് ഇതൊക്കെ പറയേണ്ടി വരും. അത് എന്നോട് ഒരാൾ ചോദിച്ചു സാറേ, പിന്നെ അതുകൊണ്ട് നിനക്ക് എന്താ ബെനിഫിറ്റ്? അയാളെ അങ്ങനെ നിനക്കെന്താ? ഞാൻ പറഞ്ഞു, ഞാനത് ഉത്തരവാദിത്തോടെ നോക്കി നടത്തും. ഞാൻ അതിനുള്ളത് മൂപ്പർ എന്താന്ന് വെച്ചാൽ എനിക്ക് തന്നോളൂ. എനിക്ക് അതാണ് ഇഷ്ടം. കാരണം എനിക്ക് മറ്റുള്ള എല്ലാ കാര്യത്തിലും ഇതായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് നടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നൊരു വിചാരമുണ്ട്. അപ്പൊ എനിക്കൊരു ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഞാൻ കോൺഫിഡന്റ് ആയിട്ട് 100% കൂടി റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യും എന്നുള്ള ഗ്യാരണ്ടി എനിക്കുണ്ട്. അതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇതേപോലെ തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ എപ്പോഴും ക്രെഡിറ്റ് മറ്റുള്ളവർക്ക്. ഇന്റലിജന്റ് പീപ്പിൾ ഓൾവേസ് ഗിവ് ക്രെഡിറ്റ് ടു അതേഴ്സ്. എന്തിനാണ്? അവർക്ക് ആ കാര്യം നടന്നാൽ മതി. ദേ ആർ സോ സ്മാർട്ട്. അവർ ഭയങ്കര സ്മാർട്ട് ആയിരിക്കും, അവരെന്തെങ്കിലും ക്രെഡിറ്റ് എടുക്കില്ല. ആൻഡ് ഇന്റലിജന്റ് പീപ്പിൾ ആൾസോ ഡോണ്ട് ടോക്ക് മച്ച്. അവർ ഒരുപാട് സംസാരിക്കില്ല. പ്രത്യേകിച്ച് അവരെ സെൽഫ് പൊക്കി പറയില്ല. അവരുടെ വിവരങ്ങൾ അധികം പുറത്തേക്ക് അവർ പറയില്ല. ഇന്റലിജന്റ് പീപ്പിൾ ഓക്കെ, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് അനാവശ്യമായിട്ട് അവരുടെ വിവരങ്ങൾ ക്രെഡിറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വയം നന്നാക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുൻപിൽ ഇമേജ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ വിന്നുകൾ, നേട്ടങ്ങൾ, കാര്യങ്ങൾ പലതും നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ അതൊരു ട്രോമ റെസ്പോൺസ് ആണ്. ആക്ച്വലി ഓവർ ഷെയറിംഗ് എന്ന് പറയും. ഇറ്റ്സ് എ ട്രോമ റെസ്പോൺസ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഇന്റലിജന്റ് ആവാൻ നിങ്ങളെ സഹായിക്കും എന്ത്? ഹീലിംഗിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓവർ ഷെയറിംഗ് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ, അത് എന്ന് വെച്ചാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താ വെച്ചാൽ ദേ ഡോണ്ട് ഷെയർ അബൌട്ട് അവരുടെ വലിയ ഗോൾസിനെ പറ്റി അവർ പറയൂല. ദേ ഡോണ്ട് ടോക്ക് അബൌട്ട് ബിഗ് ഗോൾസിനെ പറ്റി അവർ പറയൂല. കുറച്ചൊക്കെ ഗോൾസിനെ പറ്റി അവർ പറയും, ബട്ട് ദേ ഡോണ്ട് ടോക്ക് അബൌട്ട് ദ റിയൽ ബിഗ് ഗോൾസ്. ആൻഡ് ദേ ഡോണ്ട് ടോക്ക് അബൌട്ട് ദെയർ നെക്സ്റ്റ് മൂവ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പ്ലാൻ അവർ പറയില്ല. ട്രോമ ഉള്ള ആള് അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും.
അറിയാതെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ദേ ഡോണ്ട് ടോക്ക് അബൌട്ട് ദിയർ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഫൈനാൻഷ്യൽ സ്ട്രഗിൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ, അവരുടെ ലൈഫിലെ ഫൈനാൻഷ്യൽ ഈവൻ വെൽത്ത് മറ്റുള്ളവരെ കാണിക്കൂല. എനിക്ക് ഒരുപാട് പണമുണ്ട് എന്ന് കാണിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ട് എന്നുള്ളത് കാണിക്കില്ല. അവർ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ അവർക്ക് അറിയാം അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ചില ചാലഞ്ചസ് വരുമെന്ന് അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ they don't want to create and they also don't want to share their personal life through social media. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അവരുടെ പേഴ്സണൽ ലൈഫ് അധികം എടുത്ത് കാണിക്കില്ല. ദീസ് ആർ ആൾസോ ക്വാളിറ്റി ഓഫ് ഇന്റലിജന്റ്, ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ. അവരെപ്പോഴും അതിനൊരു ലിമിറ്റ് വെച്ചിരിക്കും. ഷെയർ ചെയ്യും, പക്ഷെ ദേ ഡോണ്ട് ഷെയർ കംപ്ലീറ്റ്ലി. ദേ ഓൾവേസ് കീപ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാല്യുബിൾ ഫോർ ദം. അപ്പം അങ്ങനെയുള്ള പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പുറത്തേക്ക് വരില്ല. പുറത്തേക്ക് വരാതെ അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എത്ര വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇമോഷണലി അവർ എന്ത് ചെയ്യില്ല, അത് പുറത്തേക്ക് എടുത്തിട്ട് ചർച്ചയ്ക്ക് വെക്കില്ല. ഇതിനർത്ഥം അവര് പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് തേടില്ല എന്നുള്ളതല്ല കേട്ടോ. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഗോ ഫോർ ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ ഹെൽപ്പ്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവരെന്താ വെച്ചാൽ ഒരു കോച്ചിനെയോ അല്ലെങ്കിൽ ഒരു മെന്ററെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ പോയിട്ട് എന്താ വെച്ചാൽ പ്രൊഫഷണൽ ഹെൽപ്പ് അവർ എത്രയും പെട്ടെന്ന് തേടും. ഓക്കെ സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ അതിനകത്തില്. ഇപ്പൊ നമുക്കാണെങ്കിൽ അത് നല്ല വിഷമവും പ്രയാസമുള്ള സമയത്തായിരിക്കുമല്ലോ ചിലപ്പോൾ ഒരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. നോർമലി നമുക്ക് എന്തെങ്കിലും ഒരു സങ്കട പ്രയാസം, അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു ഇന്റലിജന്റ് പേഴ്സൺ ആണ് അങ്ങനെ ആകണം എന്ന് കരുതി നമ്മളുടെ ആ ഒരു വിഷമം പ്രയാസം നമ്മൾ ഉള്ളിൽ ഒതുക്കണം എന്നാണോ? അതാണോ ശരി? ഒരിക്കലും അല്ല. അതേ പറയുന്നത് റൈറ്റ് പേഴ്സണോട് ഷെയർ ചെയ്യണം. റൈറ്റ് പേഴ്സണോടാണ് നിങ്ങൾ ഷെയർ. ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾ റൈറ്റ് പേഴ്സണോട് പോയിട്ട് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് ദേ ആർ വെരി ഇന്റലിജന്റ്. ദേ വിൽ ഷെയർ വാട്ട് എവർ ദ ഇൻഫർമേഷൻ ദാറ്റ് ഇസ് നീഡഡ് ആൻഡ് ദേ ഡോണ്ട് ഹോൾഡ് ബാക്ക്. അവർ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ബട്ട് ടു ദ റൈറ്റ് പേഴ്സൺ. ആ റൈറ്റ് പേഴ്സൺ ആരായിരിക്കും? വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്ത്. എല്ലാവരോടും അല്ല, വിശ്വസിക്കാവുന്ന 1-2 സുഹൃത്തുക്കൾ. ആ വിശ്വസിക്കാവുന്ന സുഹൃത്ത് ആരായിരിക്കും? ദ പേഴ്സൺ ഹും ഹി ക്യാൻ ഹെൽപ്പ് യു. ഒന്നുകിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം, അതും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ഒന്നും വേണ്ട, നിങ്ങൾക്കിത് പറഞ്ഞാൽ മതി. ഒരു മെന്റർ പോലെ ജസ്റ്റ് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ളത് വെൻഡിങ് എന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്കൊന്ന് എന്ത് ചെയ്യാം, ഛർദ്ദിച്ച് കളയാം, അല്ലെങ്കിൽ നമ്മളുള്ള സ്ട്രെസ്സൊക്കെ നമുക്കൊന്ന് പറയാന്ന് പറയും. അപ്പൊ ചില സമയം അതിന് നമുക്ക് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സുഹൃത്താണെന്നുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ, അത് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ് ദേ വിൽ ബി ഹാവിങ് ഹെൽത്തി ഗുഡ് ഫ്രണ്ട്ഷിപ്സ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗുഡ് ഫ്രണ്ട്ഷിപ്പ് അവർ കൊണ്ടു നടക്കും. ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത ഒരു ക്വാളിറ്റിയാണ് OQP, ഓൺലി ക്വാളിറ്റി പീപ്പിൾ. ഹെൽത്തി ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് മാത്രം. ഓക്കെ, അപ്പൊ അത് അടുത്തൊരു കാര്യം, ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മറ്റു പ്രത്യേകത, ദേ ഓൾവേസ് ചെറിഷ് സ്മോൾ വിൻസ്. ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിലും അവർക്ക് സന്തോഷം. വെറുതെ റിജിഡായി സീരിയസ് ആയിട്ട് ഓവറായിട്ട് ചില ആൾക്കാരുണ്ട് ഇന്റലിജന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഓവർ സീരിയസ് ആവുക, ഓവറായിട്ട് എന്താ പറയുക, സീരിയസ് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ, സീരിയസ് കാര്യങ്ങൾ മാത്രം. നോ, ദാറ്റ്സ് നോട്ട് ഇന്റലിജൻസ്, ദാറ്റ്സ് യുവർ ഈഗോ ആൻഡ് യു ആർ ട്രാപ്ഡ് ഇൻ സംവെയർ. യു തിങ്ക് ദാറ്റ് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോവുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്റലിജന്റ് ആണ്. അല്ല, അങ്ങനെയല്ല. യു ഷുഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്റലിജന്റ് അല്ല. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നോളജ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈഗോ എന്ന് പറയുന്ന സംഗതി ഒഴിവാക്കുക. അത് ഒഴിവാക്കുക. നമ്മൾ ഈഗോ ബൂസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങൾ കാണിക്കുക, ഷെയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ഒഴിവാക്കുക. ഇവിടെ ആരും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എന്നോട് അധികം ഒന്നും സംസാരിക്കാറില്ല, എപ്പോഴാണ് മനസ്സിലായ ആൾ പുള്ളി ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന്. ഓക്കെ, സാർ, അത് വേറൊന്നുമല്ല. അത് കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചത് പുള്ളിക്ക് എന്ത് മനസ്സിലാവാത്ത, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്താണ് പുള്ളി ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കണേ. ആ ഒരു മൂഡായിരുന്നു. ഇന്നിപ്പോ ഈ ക്ലാസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലാവും പുള്ളി ഭയങ്കര ഇന്റലിജന്റ് ആണ്. അതായത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫായിട്ട് തന്നെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ അവർക്ക് ഇങ്ങനെ ഇത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ പുള്ളി ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ ഇത് നോക്കിയാൽ പോരെ എന്നുള്ള ആ ഒരു സ്റ്റൈലാ പുള്ളി പോണത്. അപ്പൊ ഇപ്പോഴാണ് അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ കിടന്ന് എന്നെന്താ അക്സെപ്റ്റ് ചെയ്യണില്ലേ പുള്ളി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പുള്ളി എന്താ മനസ്സിലാക്കുന്നില്ല, ആ ഒരു ഫീലായിരുന്നു.
പക്ഷെ ഇപ്പൊ ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഭയങ്കര ഇന്റലിജന്റ് ആണ്. അപ്പൊ എന്റെയാണ് ആ പ്രശ്നം എന്നുള്ളത്. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഈ ഒരൊറ്റ സെഷനിൽ തന്നെ നിങ്ങളുടെ ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഇത്. അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ള പിന്നെ പ്രശ്നങ്ങളായി, തെറ്റിദ്ധാരണയായി, എന്നെ സ്നേഹിക്കുന്നില്ല എന്നായി, പ്രശ്നങ്ങളായി, മനസ്സിലാക്കുന്നില്ല എന്നായി. ഞാൻ ഇത്രയും എഫോർട്ട് എടുത്തിട്ട് ആക്ച്വലി ആള് അതിന് വളരെ ലോജിക്കലി അപ്രോച്ച് ചെയ്യും. സോ ഇന്റലിജന്റ് പീപ്പിൾ ആർ ഹൈലി ലോജിക്കലായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. They only look for what is the opportunity for them. They don't worry about what is others are getting. മറ്റുള്ളവർക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വറീഡ് ആവില്ല ഇന്റലിജന്റ് ആയ ആൾക്കാർ. ശ്രദ്ധിച്ചോളൂ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഈ കോഴ്സിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കും, ശാലം ഓക്കെ ഈ കോഴ്സ് നടത്തുന്ന ആൾക്കാർ അവരിതിന് പൈസ ഉണ്ടാക്കാൻ. ഇന്റലിജന്റ് പീപ്പിൾ they don't think like that. Intelligent people only think what is the value they are getting, but I am getting, and I don't need to worry about what other person is getting, because if I am getting that, and if I have to pay that much money, and if I am ready to pay that much money, I know why shouldn't I pay. ഞാൻ എനിക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. And that's called because I don't have it. എൻ്റെ അടുത്ത് അതില്ല, എനിക്കത് കിട്ടിയേ പറ്റൂ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന, അതായത് അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ കോഴ്സിൽ നിന്ന് മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കില്ല. ഇന്റലിജന്റ് പീപ്പിൾ they don't bargain, they buy people, Intelligent people, they don't buy the service, they buy the people. Actually they are so smart. അവരെന്ത് ചെയ്യും, എന്താണോ ചോദിച്ചത് അതും കൊടുക്കും, അതിന് കൂടുതലും കൊടുക്കും. അതോടുകൂടി എന്താ ചെയ്യും, ആ ആളെ തന്നെ അവർ വാങ്ങിക്കഴിഞ്ഞു. Am I right? They are so smart, and that's what we should do. Be intelligent, be smart. അല്ലാതെ അവിടെ പോയിട്ട് തർക്കിക്കുകയോ അല്ലെങ്കിൽ വഴക്കൂടുകയോ. നമ്മൾ ചിന്തിക്കുന്ന അതാണ്, ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഏറ്റവും കുറഞ്ഞ സംഗതിക്ക് കിട്ടുന്നതാണ് ഇന്റലിജൻസ്. നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം നല്ല രീതിയിൽ മേടിക്കുന്നതല്ലേ അതിന്റെ ക്വാളിറ്റി. അതാണ് കാര്യം. റെസ്പെക്ട് കൊടുക്കുക എന്ന് പറയും. അപ്പൊ അത് എന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ, ഓവർ സ്പെൻഡിങ് അല്ല സ്മാർട്ട്നെസ്, ഓവർ സ്പെൻഡിങ് ആണ് സ്മാർട്ട്നെസ് എന്നല്ല ഞാൻ പറയുന്നത്. എല്ലായിടത്തും പോയിട്ട് ഈ സംഗതിയല്ല. വെൻ യു നീഡ് വെരി സ്പെസിഫിക്കലി നീഡായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ചില സമയത്ത് എന്ത് ചെയ്യും, ചില മെത്തേഡുകൾ ട്രൈ ചെയ്യും. They will ask for the discount or the things. Simply ചിലപ്പോൾ ആസ്ക് ചെയ്യും, ആളുടെ ഒരു റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. Then only they will make the decision. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ അതിനകത്തില്. ഒരു സാധനം തന്നെ 10 പേര് മാർക്കറ്റ് ചെയ്യുവാണ്. 10 ഷോപ്പാണെന്ന് വിചാരിച്ചു. ഈവൻ ഒരു ജസ്റ്റ് ഒരു പേനയാണെന്ന് വിചാരിച്ചു. അതിനൊരു 5000 രൂപ വിലയുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3500 രൂപ മാത്രമേ വില വരത്തുള്ളായിരിക്കും. അപ്പൊ പലരും പല റേറ്റിലാണ് അത് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി പറയാമല്ലോ, ഇതുപോലെ ഇതിന്റെ ഇത്രയുണ്ടോ റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ അന്നേരം ഓവർ പൈസ കൊടുത്ത് അങ്ങനെ എടുക്കണോ? അതാണോ ശരിക്കും? അതൊന്നും എനിക്കൊന്ന്. നിങ്ങൾക്ക് ആ ഡീലിൽ നിന്ന് എന്താ വേണ്ടത്? അയാൾ നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ അവിടെ നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് വർക്ക് ചെയ്യും അവിടെ. എന്നിട്ട് ഒബ്സർവേഷൻ സ്കില്ല് വർക്ക് ചെയ്തിട്ട് എന്താ വെച്ചാൽ, വാട്ട് ഈസ് ദ പേഴ്സൺ പ്രൊവൈഡിങ് ആസ് വാല്യൂ. ജസ്റ്റ് ഒരു പ്രോഡക്റ്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലപ്പം അവർ നൽകുന്ന സർവീസിൽ ഡിഫറൻറ്റ്. ഓക്കെ, ചിലപ്പോൾ അവർ നൽകുന്ന ക്വാളിറ്റി ഓഫ് സർവീസും അല്ലെങ്കിൽ സംഗതികളിലൊക്കെ കംപ്ലീറ്റ് ഒരു വാല്യൂ അഡീഷൻ കൂടുതലുണ്ടാവും. ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ആ പേയ്മെന്റ് കൊടുക്കേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ ആ പേയ്മെന്റ് കൊടുക്കുന്നത് അത്ര നല്ലതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ആൾസോ ദെയർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എല്ലായിടത്തും ഇത് അപ്ലിക്കബിൾ അല്ല. കാരണം ചിലപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ ആ പ്രോഡക്റ്റ് സെയിം പ്രൈസിന് വേറെ കിട്ടാണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചീപ്പർ റേറ്റിന് ആ പ്രോഡക്റ്റ് വാങ്ങുന്നതാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് ആ ഒരു വ്യക്തിയോടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ബന്ധം വേണം, ആ വ്യക്തിയുടെ കണക്ഷൻ വേണം. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ അതാ ഞാൻ പറയുന്നത്. ആ ഒരു സിനാരിയോ ഇത് എല്ലായിടത്തും ഇത് അപ്ലിക്കബിൾ ആണെന്നല്ല പറയുന്നത്. സിനാരിയോ ബേസ്ഡ് നമ്മൾ പറയുന്ന എല്ലാ നോളജും സിറ്റുവേഷൻ ബേസ്ഡ് ആണ്, സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, വ്യക്തികൾക്ക് അതീതമാണ്, സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഒരാളെ എന്താക്കുന്നത്, ഇന്റലിജന്റ് ആക്കുന്നത്. സാർ ഒരു 2 പോയിന്റിന് മുമ്പ് ഒരു പോയിന്റ് സാർ പറഞ്ഞത് അങ്ങനെ എന്തൊരു സംഭവം. OQP എന്ന് പറഞ്ഞാൽ ഓൺലി ക്വാളിറ്റി പീപ്പിൾ. നമ്മുടെ സർക്കിളിൽ എപ്പോഴും എന്താ വെച്ചാൽ ക്വാളിറ്റി പീപ്പിൾസിനെ കൊണ്ടുവരികയാണ്. ദാറ്റ് ഇസ് ദ ഇന്റലിജൻസ് ദാറ്റ് യു ക്യാൻ ഡു. ഇഫ് യു ആർ എ വെരി ഇന്റലിജന്റ്, യു വിൽ ബി സെൽഫ് ലവ് ഉള്ള ഒരാളായിരിക്കും. സെൽഫ് ലവ് ഉള്ള ഒരാൾ എന്ന് പറയുന്നത് എന്താണ്, അയാള് നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമേ കൊണ്ടു നടക്കുള്ളൂ. യു ഓൾവേസ് ക്യാരി ദ റൈറ്റ് വൺസ്, റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം നമ്മുടെ സ്മാർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനാണ്. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള നല്ല കുറച്ച് കണക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കൂടെ ഗ്രോ ചെയ്യും. ദോസ് പീപ്പിൾ വിൽ ചാലഞ്ചസ്.
അവർ നമ്മളെ ചാലഞ്ച് ചെയ്യും, അവരുടെ കൂടെ ഗ്രോ ചെയ്ത് നമ്മൾ പോകും. യു ഗോട്ട് ഇറ്റ്. ഓൾവേസ് ബിൽഡ് ദ റൈറ്റ് നെറ്റ്വർക്ക്, റൈറ്റ് പീപ്പിൾ. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എത്ര പേര് അറിയും എന്നുള്ളതാണ്. റോങ് ആയിട്ടുള്ള ആൾക്കാരെ അറിഞ്ഞിട്ട് കാര്യമില്ല. ഹൗ മച്ച് റൈറ്റ് പീപ്പിൾ യു നോ ആൻഡ് നോ യു. എത്ര ആൾക്കാർ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഈ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവർക്ക് ഭയങ്കര കേപ്പബിലിറ്റി. എന്താണ് അവരുടെ കേപ്പബിലിറ്റി? ദേ വിൽ ടേക്ക് യു ടു ദ റൈറ്റ് ഹൈറ്റ്സ്. മുകളിലേക്ക് കൊണ്ടുപോകുന്ന റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ അട്രാക്ട്, അവരെ ബിൽഡ് ചെയ്യുക. സോ ദീസ് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഹൈലി ഇന്റലിജന്റ് സ്മാർട്ട് പേഴ്സൺ. ഇന്നത്തെ സെഷനിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇന്റലിജന്റ് ആയ ആൾക്കാരുടെ ക്വാളിറ്റീസ് ഇത്രയും പറഞ്ഞില്ലേ? ഫസ്റ്റ് പറഞ്ഞില്ലേ ഒബ്സർവ് ചെയ്യാനുള്ളൊരു ഇത്. എന്നെ സംബന്ധിച്ച് അത് ഫുള്ള് ഉണ്ട്. പക്ഷെ ഈ ഒബ്സർവ് എന്ന് പറയുന്നത് ഞാന് വിചാരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക, അല്ലാത്ത നമ്മൾ വെറുതെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ അതെന്തെങ്ങനെ അത് ഞാൻ ഇഷ്ടപ്പെടില്ല, ഞാൻ ചെയ്യുന്നുമില്ല. അപ്പൊ ഈ ഒബ്സർവ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി തന്നാല്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. നിങ്ങൾ ഓവറായിട്ട് അനലൈസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ നിൽക്കരുത്. അത് തന്നെയാണ് ഇന്റലിജൻസിന്റെ മറ്റൊരു കാര്യം. ഇതെല്ലാം സബ്ജക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഓവറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ വിജിലൻസിലേക്ക് പോകും, വെറുതെ വറി ആവാൻ തുടങ്ങും, ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. എനിക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കൂ, വേറെ ആരോടെങ്കിലും ചോദിക്കൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ എല്ലാം ഒബ്സർവ് എല്ലാം ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഓൾവേസ് ട്രൈ ടു ഒബ്സർവ് വാട്ട് ദേ വാണ്ട് ആൻഡ് വാട്ട് ദേ വാണ്ട് ടു സ്റ്റഡി. അവർക്ക് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ ഓൾവേസ് ദേ ഡു ഇറ്റ്. അർഷദ് പറയാൻ വാണ്ട് ടു ഷെയർ? സാറ് ബാഡ് കൺസൻസുകൾ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ EFT വന്നതിന്റെ ശേഷം എന്റെ ചിറ്റിലുണ്ടായിരുന്ന ബാഡ് കൺസൻസുകൾ കംപ്ലീറ്റ് പോയി. ഒക്കെ പുതിയ നല്ല അടിപൊളി കൺസൻസുകളാണ് വരുന്നത്. പുതിയ നല്ല കോണ്ടാക്റ്റുകൾ, നല്ല അവസരങ്ങൾ, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ബാഡ് ആയിട്ടുണ്ടായിരുന്ന നമ്മളെ മോശം ലെവലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന കുറെ കൂട്ടുകെട്ടുകള്, കാര്യങ്ങള് എല്ലാ രീതിയിലും ഒഴിഞ്ഞുപോയി. വെരി ഗുഡ്. കീപ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ പഴയ ഫ്രണ്ട്സിനെല്ലാം ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അല്ലല്ല, പഴയ ഫ്രണ്ട്സ് ക്ലോസ് ആയിട്ടുള്ള എന്റെ എല്ലാ ഫ്രണ്ട്സുകളും എന്റെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത നീഡഡ് അല്ലാത്ത കുറെ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പഴയ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എത്രയോ ആൾക്കാർ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്, അവർക്ക് ചേഞ്ച് വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ദേ ഡോണ്ട് ചേഞ്ച് ദ സർക്കിൾ. അവരുടെ സർക്കിൾ ചേഞ്ച് ചെയ്യില്ല. ദേ ഡോണ്ട് പ്രൊട്ടക്ട് ഫ്രം ദ ബാഡ് സർക്കിൾ. അപ്പൊ പഴയ ചില സുഹൃത്തുക്കളും അല്ലെങ്കിൽ പഴയ ചില കൂട്ടുകെട്ടിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾക്ക് സുഹൃത്തുക്കളൊക്കെ വേണം, നിങ്ങളുടെ മനസ്സിലെ സ്പേസ് വേണം, അവരെ കാണുമ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ യു ഷുഡ് നോട്ട് സ്പെൻഡ് മോസ്റ്റ് ഓഫ് യുവർ ടൈം വിത്ത് ദം. അവരുടെ കൂടെ ആ ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപകടമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ യു ഷുഡ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. ആൻഡ് ഇങ്ങനെയും കൂടെ ഒരു ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ, ഇഫ് യു ആർ ദ സ്മാർട്ടസ്റ്റ് പേഴ്സൺ ഇൻ ദ റൂം, ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഫൈൻഡ് എ ന്യൂ ചാലഞ്ചിങ് സർക്കിൾ. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന പുതിയ സർക്കിളും പുതിയ ബന്ധങ്ങളും ബിൽഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരുന്നു പറയാം. എനിവേ, വിത്ത് ഓൾ ദീസ് ഇൻഫർമേഷൻ, നാളെ സൺഡേ അടിപൊളി സെഷൻ ആയിരിക്കും. സെഷനിലേക്ക് വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുകയാണ്. ഐ എം ഹാപ്പി ദാറ്റ് വി കുഡ് ഡു ദിസ്. വി ആർ ഡൂയിങ് ഇറ്റ് എവറി ഡേ. അപ്പോൾ മിറക്കിൾസ് ഒക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഷെയർ ചെയ്യാം. നാളെ സൺഡേയിൽ വരിക. സൺഡേ അടിച്ച് പൊളിക്കാം നമുക്ക്. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ്. നാളെ 6:30 തന്നെ ആയിരിക്കും. സോ കം ടു ദ മെഡിറ്റേഷൻ ശേഷം നമ്മൾ എന്ത് ചെയ്യും, സെഷനിൽ ആരംഭിക്കും. 7:30 ആയിരിക്കില്ല, കഴിഞ്ഞ സൺഡേ 7:30 ആയിരുന്നു, 6:30 ആയിരിക്കും നമ്മൾ ചെയ്യാം. സോ നാളെ ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഹീലിംഗ് ജേണി നടത്തിയിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇതിനു മുൻപ് അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള മിറക്കിൾസും കാര്യങ്ങളും. സോ I don't know who the guest is, but whoever it is, I'm really excited for that. It's me, the real me. ഞാനായിരിക്കും മിക്കവാറും. Yes, ഗസ്നെ ആയിരിക്കും മിക്കവാറും, അല്ലേ? നാളെ. Okay then, Gasna, be ready for that. All right. Thank you so much. അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ കാണാം. Thank you. Thank you, sir. Thank you so much. Have a great day. Thank you, sir. Thank you very much. Thank you, sir. Thank you. Thank you so much. Thank you, sir. Thank you. Thank you.